ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. ഇന്ന് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ പ്രയർ ഡിപ്പാർട്ട്മെൻറ്റാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തത്. രാവിലെ പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാന ചുമതലക്കാരനായ ഇപ്പോൾ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ ജോമോൻ വചനം സംസാരിക്കുകയും ചെയ്തു. ഞാൻ ഒരിക്കൽ കൂടി അവരുടെ ആ പ്രവർത്തനത്തിൻ്റെ കാര്യം നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുകയാണ്. വലിയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു സമ്പ്രദായമാണ്. രാവിലെ ചോദിച്ചപ്പോൾ കുറച്ച് പേര് അതിനകത്ത് സ്ഥിരം പങ്കെടുക്കുന്നവരാണ്. ബാക്കി കുറേ ആളുകൾ അതിനകത്ത് ഇതുവരെ കയറിയിട്ടുമില്ല. ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എന്ന് വേദപുസ്തകം പറയും. ഇത് മാത്രമല്ല, ആരാധന എന്ന് പറയുന്നത് നമുക്ക് പൊതുവേ ഞായറാഴ്ച ഒരു സ്വല്പ സമയത്തേക്കുള്ളതാണ് നമുക്ക് ഈ ആരാധന എന്നൊക്കെ പറയുന്നത്. ബാക്കി സമയത്ത് നമ്മുടെ പള്ളികൾ അടഞ്ഞു കിടക്കും. അങ്ങനെ ഒരു രീതിയാണുള്ളത്. ഒത്തിരി പേർക്കാണെങ്കിൽ കഷ്ടിച്ച് ഞായറാഴ്ച ആരാധനയ്ക്കൊന്ന് വരിക എന്നതാണ് കുറേ പേരുടെ രീതി. നിങ്ങളിപ്പോൾ ഒരാഴ്ച ഇവിടെ ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ വന്നു 40 ദിവസം വരാനുള്ള തീരുമാനക്കാരാണ്. വലിയ കാര്യമാണ്, കൊച്ചു കാര്യമല്ല, വലിയ കാര്യമാണ്. എന്നാൽ ഇന്നത്തെ ഒരു രീതി പലർക്കും ഉണ്ടായി വരുന്ന ഒരു രീതി, അങ്ങനെ ഒത്തിരി ആരാധനയും ഒന്നും വേണ്ട. അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന ഒരു മനോഭാവം എന്ന് പറയുന്നത് 1 മണിക്കൂർ കൊണ്ട് ആരാധന കഴിയണം. അതിൽ കൂടുതൽ ആരാധിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. അങ്ങനെ നമ്മുടെ കേരളത്തിൽ അത്ര വ്യാപകമായി വന്നിട്ടില്ല. എന്നാലും ചിലയിടത്തൊക്കെ ഇച്ചിരി തുടങ്ങിയിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് ആരാധന കഴിയണം, അങ്ങനത്തെ കാര്യമാണ്. എന്നാൽ നിങ്ങൾ വേദപുസ്തകം വായിച്ചു നോക്കിയാൽ എല്ലായിടത്തും കാണത്തില്ല കേട്ടോ. വേദപുസ്തകത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തിയാൽ സ്വർഗത്തിൽ എപ്പോഴും ആരാധനയാണ്. ആരാധനയില്ലാത്ത സമയം സ്വർഗത്തിൽ ഇല്ല, നിർത്തില്ല, നോൺ സ്റ്റോപ്പ്. അപ്പം ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ വന്ന് താമസിക്കാം, നിങ്ങളുടെ ഇടയിൽ വന്ന് താമസിക്കാം. അതിന് എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കി തരണം. അപ്പോൾ ആ വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഉണ്ടാക്കി തരണം. ദൈവം ഒരു മോഡൽ കാണിച്ചു കൊടുത്തു. ആ മോഡൽ അനുസരിച്ച് വേണം ഇത് ഉണ്ടാക്കാൻ. ഒരു വ്യത്യാസവും വരുത്താൻ പാടില്ല. അതേ മോഡലിലുണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയ ആ മോഡൽ എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം അനുസരിച്ച് സ്വർഗത്തിലെ മോഡലാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ സ്വർഗത്തിൽ അങ്ങനത്തെ കൂടാരമുണ്ട്, ഒരു ദേവാലയമുണ്ട്, അതിൻ്റെ മോഡലാണ് കാണിച്ചു കൊടുത്തത്. അതുപോലെ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. ആ മോഡലിലെ നിയമം എന്തായിരുന്നറിയോ? ഒത്തിരി നിയമങ്ങളുണ്ടെങ്കിലും ഒരു നിയമം, ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അതിനകത്ത് ആവർത്തിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. യാഗപീഠത്തിലെ തീ കെട്ടുപോകാൻ പാടില്ല. പഴയ നിയമത്തിൽ യാഗമാണ് ആരാധന, യാഗം കഴിച്ചാണ് ആരാധിക്കുന്നത്. അതിൻ്റെ തീ കെട്ടുപോകാൻ പാടില്ല ഒരിക്കലും. അത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ യാഗം കഴിച്ചുകൊണ്ടേയിരിക്കണം, രാത്രിയും പകലും എല്ലാം.
രാത്രി പൊതുജനം വരില്ല. പക്ഷെ പുരോഹിതന്മാർ ടേൺ എടുത്ത് രാത്രി മൊത്തം യാഗം കഴിച്ചുകൊണ്ടിരിക്കണം. എന്താ കാര്യം അറിയോ? സ്വർഗത്തിലെ മോഡലാണ്. സ്വർഗത്തിലെപ്പോഴും ആരാധനയാണ്. ഭൂമിയിൽ വേണ്ടിയത് അതിൻ്റെ മോഡലാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പ്രാർത്ഥന തുടങ്ങിയിരിക്കുന്നത്. സ്വർഗത്തിൻ്റെ പകർപ്പ് അങ്ങനെ തന്നെ വേണം. അതുകൊണ്ട് നോൺ സ്റ്റോപ്പ്, നിർത്താതെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. 2003 ഒക്ടോബർ മാസം 1-ാം തീയതി 2023 6 മണിക്ക് തുടങ്ങിയതാണ്. ഇരുപത്തിനാലാമത്തെ മാസം. ഇപ്പം ഈ സെപ്റ്റംബർ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഒക്ടോബർ 1-ാം തീയതി ആകുമ്പോൾ 2 വർഷം തികയും. നിന്നിട്ടില്ല. ഇങ്ങനെ നോൺ സ്റ്റോപ്പ് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൻ്റെ മോഡൽ. അതിന് വലിയ വലിയ പ്രയോജനമുണ്ട്. ഇവിടെ ഈ 40 ദിവസം കഴിയുന്നതിന് മുമ്പ് സ്വർഗത്തിൻ്റെ മോഡലിലുള്ള ആരാധനയെ സംബന്ധിച്ചും ഒരു സ്വല്പം യോഗം ഉണ്ടായിരിക്കും. ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കണ്ടേ? ദൈവത്തിന് ഇഷ്ടമുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ചും ഒരു സ്വല്പസമയം ഒരു വചന പഠനം ഉണ്ടാവും. അതുകൊണ്ട് എപ്പോൾ വേണേൽ കാണാം. പകലോ രാത്രിയോ എപ്പോൾ വേണേൽ കയറുക, പ്രാർത്ഥിക്കുക. ഒരു വലിയ ആത്മീയ അനുഭവമാണ്. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഉത്സാഹിപ്പിക്കുകയാണ്. നമ്പറൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ എല്ലാ സംവിധാനങ്ങളും ഞാൻ രാവിലെ പറഞ്ഞതുപോലെ എല്ലാം ഞങ്ങളുടെ കയ്യിൽ തൽക്കാലം ഇല്ല. എന്നാലും ഏതാണ്ട് തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കൊക്കെ ശരിയാവും എന്ന് വിചാരിക്കുന്നു. റൈറ്റ്. സ്റ്റാർട്ടിങ് പ്രോബ്ലം പൊതുവേ നമ്മുടെ കൂട്ടത്തിലുള്ളതാണല്ലോ എന്നുള്ളതാണ്. എനിവേ, നമ്മൾ വചനത്തിലേക്ക് പോവാം. നമ്മൾ ഈ വൈകിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അദൃശ്യമണ്ഡലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൃശ്യമണ്ഡലമല്ല, കാണുന്ന മണ്ഡലമല്ല, കാണാത്തൊരു മണ്ഡലം. അത് ഈ കാണുന്ന മണ്ഡലത്തെ സ്വാധീനിക്കുന്നു. ആ മണ്ഡലം നമ്മൾ കാണില്ല, പക്ഷെ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഈ കാണുന്ന ലോകത്തിലാണ്. അപ്പം അതിന് നമ്മൾ പറഞ്ഞ ഒരു പേര് വേദപുസ്തകത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് ആത്മീക യുദ്ധം എന്നാണ് അവൾ പറഞ്ഞത്. അങ്ങനെ ആത്മീയ യുദ്ധം എന്ന് വാക്ക് എഴുതിയിട്ടില്ല. പക്ഷേ നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോട് അല്ല. എഫേസ്യർ 6:9 നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കാണ്. 1 പത്രോസ് 5:8 നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടതിന് ചുറ്റി നടക്കുന്നു. ഭൂമിയിൽ നിങ്ങളുടെ സഹോദരവർഗത്തിന് ആ കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ല. ഞാൻ ഒത്തിരി വാക്യം. ഇത് മനുഷ്യന് ഈ ആത്മമണ്ഡലം പൊതുവെ ആളുകൾ കാണുന്നില്ല, ഒത്തിരി പേര്. അതുകൊണ്ട് ഈ സത്യങ്ങൾ ആളുകൾക്ക് വലിയ പിടിയില്ല പലർക്കും. എന്നാൽ നമ്മൾ കാണുന്നൊരു ലോകമുള്ളതുപോലെ കാണാത്തൊരു ലോകം ഉണ്ടെന്ന് മനസ്സിലായിക്കൂടെ? ദൈവത്തെ കാണുന്നില്ല, പക്ഷെ ദൈവം ഇല്ലേ? പാതാളത്തെ നിങ്ങൾ കാണുന്നില്ല, പക്ഷെ പാതാളമുണ്ട്. പിശാചിനെ നിങ്ങൾ കാണുന്നില്ല, പക്ഷെ പിശാചുണ്ട്. അതിൻ്റെ സ്വാധീനങ്ങളും പ്രവൃത്തികളും ഭൂമിയിൽ വളരെ വ്യാപകമാണ്. ആ മണ്ഡലത്തിൽ ജയമെടുക്കുന്നൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ആ ജയം ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ മോശയുടെ കൈ ഉയർത്തിപ്പിടിച്ച ആ പ്രവൃത്തിയാണ് അമാലേക്കരുമായിട്ടുള്ള യുദ്ധത്തിൽ ജയം കൊടുത്ത ഘടകം. അതാണ്. യുദ്ധം ചെയ്യാൻ സൈന്യം പോയി, അവർ യുദ്ധം ചെയ്തു. പക്ഷെ ജയിക്കണമെങ്കിൽ അവരുടെ യുദ്ധം കൊണ്ട് മാത്രം ജയിക്കില്ല. മോശയുടെ കൈ യുദ്ധം തീരുന്നത് വരെ ഉയർന്നിരിക്കണമായിരുന്നു. ആ അദൃശ്യമണ്ഡല കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ
പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കണ്ണും കാണില്ല, പക്ഷെ ആത്മാവിലത് അറിയാവുന്ന മനുഷ്യരുണ്ട്. ഇവൻ അവരുടെ ശരീരം തിരിച്ചറിയും. അങ്ങനെയുള്ള മണ്ഡലങ്ങൾ അവരുടെ ശരീരം പോലും തിരിച്ചറിയും. സത്യവും യാഥാർത്ഥ്യമായ കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അല്പകാര്യം കൂടി പറയാം. ഇതിപ്പോൾ ഞാൻ പറയാൻ വിചാരിക്കുന്നത്, എന്താണ് നമ്മുടെ ശത്രുവിൻ്റെ പ്രധാന പദ്ധതി, പ്രധാനപ്പെട്ട പദ്ധതി, സ്ട്രാറ്റജി. അയാൾ നമുക്കെതിരെ പണി ചെയ്ത് നമ്മളെ തോൽപ്പിക്കാനുള്ള, അതിനല്ല ഉദ്ദേശം, തോൽപ്പിക്കാനുള്ള അതിൻ്റെ പ്രധാന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, പദ്ധതികൾ എന്തൊക്കെയാണ്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെന്നാ അറിയാത്തവരല്ലോ. 2 കൊരിന്ത്യർ 2:15 അങ്ങനല്ലേ വായിക്കുന്നത്. അപ്പം അതറിഞ്ഞെങ്കിലേ നമുക്ക് ജയമെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അറിയാതെ പോയി നമ്മൾ അപകടത്തിൽപ്പെട്ടു പോകും. അതുകൊണ്ട് അറിയാതെ അപകടത്തിൽപ്പെട്ടു പോകാൻ ആ പദ്ധതികൾ ഒന്നറിയണം. അതുകൊണ്ട് അതിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് സ്വല്പസമയം. അതാണ് ഇന്ന് പറയുന്ന പാഠത്തിൻ്റെ പ്രധാന ഭാഗം. നമ്മൾ നേരത്തെ പറഞ്ഞു, അയാളുടെ പ്രധാന പ്രശ്നം നമ്മളോടല്ല, അയാളുടെ പ്രശ്നം ദൈവത്തോടാണ്, ദൈവത്തിനെതിരെയാണ്. ഒറിജിനലി അങ്ങനെയല്ലേ പറഞ്ഞത്? ഞാൻ മേപ്പോട്ട് കയറും, സ്വർഗോന്നതങ്ങൾക്ക് മീതെ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മേളി വെക്കും, ഞാൻ ഇരുന്നരുളും എന്നൊക്കെ പറഞ്ഞ ആ ഒരു സമ്പ്രദായം. അപ്പം ശരിക്കും ദൈവത്തിനെതിരാണ്. പക്ഷെ ഇന്നലെ പറഞ്ഞ ഒന്നുകൂടെ പറയാണ്, പക്ഷേ ദൈവത്തെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. എന്തെല്ലാം പദ്ധതി ആസൂത്രണം ചെയ്താലും ദൈവത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദൈവത്തെ തോൽപ്പിക്കണമായിരിക്കും. അതിനയാൾ ചെയ്യുന്ന കാര്യമാണ് ഇന്നലെ പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് തുടങ്ങുകയാണ്. ദൈവം പ്രവർത്തിക്കുന്നത് ഭൂമിയിൽ മനുഷ്യരിലൂടെയാണ്. എല്ലാ ദൈവപ്രവൃത്തിയും മനുഷ്യരിലൂടെ ദൈവം ചെയ്യുന്നു, സഭയിലൂടെ ദൈവം ചെയ്യുന്നു. അപ്പം ആ സഭയിലൂടെ ചെയ്യുന്ന പ്രവൃത്തിയിൽ സഭയെ തോൽപ്പിച്ചാൽ, ആ വ്യക്തികളെ തോൽപ്പിച്ചാൽ ആ ദൈവപ്രവൃത്തി കണക്കാവുക. അതാണ് എനിക്ക് വേണ്ടിയത്. ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം നടക്കരുത്. അതിനുള്ള ആസൂത്രണങ്ങളാണ് ഇയാളുടെ കയ്യിലുള്ളത്. അവസാനം എന്ത് ചെയ്യണം? ഈ മനുഷ്യരെ തോൽപ്പിച്ച് അയാളുടെ കൂടെ ആളുകളെ കൊണ്ടുപോകണം. ഇപ്പം ദൈവത്തിന് വേണ്ടിയത് ദൈവത്തിൻ്റെ കൂടെ കൊണ്ടുപോയി ആളുകളെ എല്ലാം ഇരുത്തണം. യേശു പറഞ്ഞ അങ്ങനല്ലേ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുള്ളൂ. അപ്പം അങ്ങനെ ഈ ദൈവത്തിൻ്റെ കൂടെ കൊണ്ടുപോയി ഇരുത്തണം. പിശാചിന് വേണ്ടത് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കരുത്, അയാളുടെ കൂടെ പോയി കൊണ്ടുപോയി ഇരുത്തണം. അതിനുള്ളതാണ് മുഴുവൻ പദ്ധതികളുടെയും ഉദ്ദേശം. അതാണ്, അയാളുടെ കൂടെ കൊണ്ടുപോയി ഇരുത്തണം. അയാൾക്ക് എവിടെയാ പോകാനുള്ള സ്ഥലമെന്ന് ചിലപ്പോൾ കഴിയുമ്പോൾ പറയും, ഇപ്പം തുടക്കത്തിൽ പറയുന്നില്ല. അപ്പം അയാളുടെ കൂടെ കൊണ്ടുപോയി ഇരുത്താൻ വേണ്ടിയാണ് ഈ പണി മുഴുവൻ ചെയ്യും. ആ പിശാചിന് എന്ത് അന്ത്യമായിരിക്കുമോ അതായിരിക്കും പിശാചിനെ പിൻപറ്റുന്നവരുടെ അന്ത്യം. അത്ര ഇപ്പോൾ പറഞ്ഞു വെച്ച് ആ ഭാഗത്ത് നിന്ന് ഞാൻ ഈ പാഠത്തിലേക്ക് വരികയാണ്. ഇനി അയാളുടെ പദ്ധതിയുടെ പ്രധാന അജണ്ട, പദ്ധതി, ആശയം, ഉദ്ദേശം 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഒന്നുകൂടെ എടുക്കുകയാണ്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞ വാക്യമാണ്, പക്ഷെ അത് യുദ്ധത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അതുകൊണ്ട് അവിടെ ഒന്നുകൂടെ ഒന്ന് പോവുകയാണ്. വായിക്കാം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് എന്നു തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ്
ചുറ്റി നടക്കുന്നു. ആ വാക്ക് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കും. ആ വാക്ക് നമുക്കറിയാതല്ലേ? വിഴുങ്ങുക എന്നുള്ള വാക്കറിയില്ലേ? അപ്പം പിശാചിന് ആളുകളെ വിഴുങ്ങണം. എൻ്റെ ഭാഷയ്ക്ക് പറയാണ്, മൂത്രം വായാണ്. ആരെ അകത്താക്കും. വാ തുറന്നാൽ പിന്നെ ആളെ കാണില്ല, അകത്തായി കിടക്കും. അപ്പം ഇതിനാണ് പിശാച് വരുന്നത്. അല്ലാതെ ആളുകളെ ഇങ്ങനെ വന്നൊന്ന് ഞോണ്ടിയും വെച്ച് നൊന്തോ നിനക്ക് എന്ന് പറയാനൊന്നും അല്ല വരുന്നത്. സ്വല്പം ഒരു വേദന തരാൻ വേണ്ടിയൊന്നുമല്ല വരുന്നത്. വിഴുങ്ങാൻ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യാൻ, അവസാനിപ്പിക്കാൻ, നശിപ്പിക്കാൻ, മൂടിക്കാൻ, ഇതിനാണ് വരുന്നത്. അപ്പം അങ്ങനെ വരുന്നതിൻ്റെ അതാണ് പ്രധാന ഉദ്ദേശം. അതിനുള്ള ഏറ്റവും നല്ല വഴി, ഏറ്റവും എളുപ്പമുള്ള വഴി അയാൾ കണ്ടിരിക്കുന്നത് 1 യോഹന്നാൻ 3-ാം അധ്യായം. അതിൻ്റെ 8-9 വാക്യം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. അപ്പൊ എന്താ വായിച്ച് ഒന്നുകൂടെ പറയാവോ? പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചാണ് പാപത്തിൻ്റെ ശരിക്കും പ്രേരകൻ. തുടങ്ങി വെച്ചത് അയാളാണ്. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയത് അയാളല്ലേ? അതിനു മുമ്പും തുടങ്ങിയത് അയാളല്ലേ? നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ? അയാളുടെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അയാളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് പാപം ചെയ്യുക, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് തെറ്റ് ചെയ്യിക്കുക. അതാണ് അയാളുടെ പ്രധാന ജോലി. അയാൾ ചെയ്തു, ബാക്കി എല്ലാവരെ കൊണ്ടും അത് തന്നെ ചെയ്യിക്കണം. പാപം ചെയ്ത് കിട്ടിയാൽ പാപത്തിൻ്റെ ശമ്പളം മരണം. മരണം എന്ന് പറഞ്ഞാൽ ആൾ ശരീരത്തിൽ ചാവുമെന്ന് മാത്രമല്ല, അവസാനത്തെ ഒരു മരണമുണ്ട്. അതിന് വിളിക്കുന്നത് രണ്ടാം മരണം. ഈ തീപ്പൊയ്ക രണ്ടാം മരണം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യമാവും. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അങ്ങനെ ആളുകളെയെല്ലാം ഈ രണ്ടാം മരണത്തിൽ കൊണ്ടെത്തിക്കുക. അല്ലാതെ ഈ ശരീരത്തിലെ മരണം കൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ല. അത് പാപനിമിത്തം വന്നു, അയാൾ കൊണ്ടുവന്ന ചരക്കാണത്. എന്നാൽ അതുകൊണ്ട് ഒതുക്കാതെ രണ്ടാം മരണം, നിത്യമരണമായ, എന്നുവെച്ചാൽ പിന്നെ ഒരു ജീവനെന്നും പറഞ്ഞൊന്നില്ല. അത് ജീവിക്കില്ലെന്നല്ല, പക്ഷെ ജീവനെന്ന അവസ്ഥയില്ല. ആകെ നാശത്തിൻ്റെ ഒരു സ്ഥിതി. അപ്പം ആ രണ്ടാം മരണത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഇയാൾക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അത് പാപം ജയിച്ച് കിട്ടിയാൽ ജയിച്ചു. പാപം ചെയ്യുന്നവന് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അപ്പം അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിക്കുക എന്നുള്ളതാണ്. പാപം ചെയ്യിക്കുക. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ മനുഷ്യൻ കൊണ്ട് ചെയ്യിച്ചത്. പാപം ചെയ്യിക്കാൻ വേണ്ടി അവിടെ ചെയ്ത നടപടി ഞാൻ ചുരുക്കത്തിലൊന്ന് പറഞ്ഞാൽ, അതിന് പുതിയ നിയമത്തിൻ്റെ വാക്കി പറയാം. യേശുവിനിരിക്കുന്ന പരീക്ഷകൻ
അടുക്ക് വന്നു. അങ്ങനെ യേശുവിനെ കുറിച്ച് പറയുന്നത്, അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. അതുപോലെ ഏദൻ തോട്ടത്തിൽ പരീക്ഷകൻ വന്നു. പരീക്ഷകൻ വന്ന് ഇപ്പം നിന്നെ കൊല്ലും മുടിക്കും എന്നൊന്നും പറഞ്ഞല്ല അന്ന് വന്നത്. എന്ത് പറഞ്ഞാണ് വന്നത്? നല്ല കാര്യം പറഞ്ഞിട്ടാണ് വന്നത്. നിനക്ക് ദൈവത്തെ പോലാവാം, നീ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. അപ്പം അവർക്ക് ദൈവത്തെ കാണാൻ സൗകര്യമുണ്ടായിരുന്നു. ദൈവം അവരൊക്കെ വന്ന് വർത്താനം പറയുകയും അവരോട് സഹകരിക്കുകയും ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ നീ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല, നിനക്ക് ദൈവത്തെ പോലാവാം. അപ്പം അതിനുള്ള പദ്ധതി തയ്യാറാക്കി കൊടുത്തു, അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ഓപ്പർച്യൂണിറ്റി, അവസരം ഉണ്ടാക്കി കൊടുത്തു. അവിടെ വന്നിട്ട് ആ തോട്ടത്തിൽ, അറിയാം, നമുക്കറിയാവുന്ന കഥയാണ്, ഒത്തിരി പറയേണ്ട കാര്യമില്ല. ഭക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞ ആ വൃക്ഷഫലം കാണിച്ചിട്ട് പറഞ്ഞു, അയ്യോ അങ്ങോട്ട് നോക്കി, എത്ര നല്ല വൃക്ഷഫലം, ഇത് തിന്നരുതെന്ന് ദൈവം പറഞ്ഞോ? ദൈവം മരിക്കും എന്ന് നിങ്ങളോട് പറഞ്ഞോ? തിന്നാൽ ചുമ്മാണ്, ദൈവം നിങ്ങളെ കളിപ്പിച്ചതാണ്. നിങ്ങളത് തിന്നാൽ ദൈവത്തെ പോലാവുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഗുണം വരാതിരിക്കാൻ വേണ്ടി ദൈവം ചതിച്ചതാണ്. അപ്പം മനുഷ്യൻ വിചാരിച്ചു ഉള്ളതായിരിക്കും, കാരണം അങ്ങനെ അങ്ങ് ദൈവത്തെ പോലെ ആവണ്ട, അങ്ങനെ അഭിവൃദ്ധി വരണ്ടെന്ന് ദൈവം വിചാരിച്ചു വെച്ച് പറ്റിച്ചായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഉള്ളതായിരിക്കും. അല്ല, അന്നേരമാണ് ആ പഴം ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നത്. പേടിച്ച് നിർത്തിയിരുന്നല്ലേ, നോക്കിയപ്പോൾ അത്രയും നല്ല ഒരു പഴം ഈ തോട്ടത്തിൽ പറയില്ല. അപ്പോൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഇതാണോ ദൈവം നമുക്ക് തടഞ്ഞു വെച്ചത്? അപ്പോൾ നമുക്ക് ആകർഷകമായ നല്ല സാഹചര്യം, കാണാൻ നല്ലത്, എടുത്തൊന്ന് കടിച്ചപ്പോഴോ സൂപ്പർ, ഇത്രയും രുചിയുള്ള ഒരു ഫലം ആ തോട്ടത്തിൽ നിന്ന് വേറെ കഴിച്ചിട്ടില്ല. അപ്പം അങ്ങനെ കണ്ട് ആകർഷകമായ അന്തരീക്ഷത്തിൽ അവരെ കൊണ്ടെത്തിച്ചു. പാപത്തിൻ്റെ സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ കണ്ണിന് മുമ്പാകെ വരുന്നത് ഭീകരമായിട്ടല്ല, ഇഷ്ടക്കേട് തോന്നുന്ന തരത്തിലല്ല, മനുഷ്യന് ആഗ്രഹം തോന്നത്തക്ക തരത്തിൽ മനുഷ്യൻ വശീകരിക്കപ്പെടുത്ത സാഹചര്യങ്ങൾ മനുഷ്യനുണ്ടാക്കി തരും. അത് ഓരോരുത്തർക്ക് എന്താണ് ആകർഷകമെന്ന് വെച്ചാൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരും. അങ്ങനെയുള്ള ആ പരീക്ഷ കൊണ്ടുവന്നു എന്നുള്ളതാണ് ആദ്യത്തെ തുടക്കം. അന്തരീക്ഷ സമയ സൗകര്യങ്ങൾ ഉണ്ടാക്കി തരും. എല്ലാ മനുഷ്യരുടെ തത്വമാണ് ഞാൻ പറയുന്നത്. നമ്മളെ എവിടെ കൊടുക്കാൻ പറ്റുമെന്നുള്ളതിന് പറ്റിയ സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചിട്ട് പറയുന്ന കാര്യം എന്താണ്? നല്ല മോഹം ഉണ്ടാക്കും. ഉൽപ്പത്തി 3:6 നല്ല മോഹം ഉണ്ടാക്കും. എന്താണ് ആ സ്ത്രീ കണ്ടത്? ആ വൃക്ഷഫലം കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു ഫലം പറിച്ചു തിന്നു, മോഹിച്ചു. നല്ലതാണെന്ന് തോന്നി, ആഗ്രഹം ഉണ്ടാക്കി. അങ്ങനെ ആ മോഹം ഉൽപ്പാദിപ്പിച്ചപ്പോ പിടികിട്ടി. അപ്പൊ കാര്യം ക്ലിക്ക് ചെയ്തു. മോഹം. അപ്പൊ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടെത്തി അതിനെ ആഗ്രഹിക്കത്തക്ക തരത്തിൽ കൊണ്ടെത്തിച്ച് നമുക്ക് മോഹം ഉണ്ടാക്കും, ആഗ്രഹം ഉണ്ടാക്കും. ആഗ്രഹം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നൊരു ചോദ്യം, ഇതൊന്നും തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? 3:1 വാസ്തവമായി ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പം അവരൊന്നുകൂടെ ചിന്തിക്കുകയാണ്, ശരി, അങ്ങനെ വാസ്തവമായി പറഞ്ഞിട്ടുണ്ടോ? ആണല്ലേ, ചില അഡീഷണൽ വാക്ക്, ചില
ഇല്ല, ഒന്ന് രണ്ട് വാക്കൂടെ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഒന്നുകൂടെ ചിന്തിക്കുക, അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഒരു സംശയം ഉണ്ടാക്കും. വചനം കേട്ടിട്ടുണ്ടെങ്കിലും വചനം അറിയാമെങ്കിലും എന്നാലും അങ്ങനെ ദൈവം ഉദ്ദേശിച്ചോ അതിനെക്കുറിച്ച്? അങ്ങനെ ദൈവം കർശനക്കാരനാണോ? ചെയ്യരുത് എന്ന് പറഞ്ഞ അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടോ? സംശയം ഉണ്ടാകും. ആ സംശയം അവസാനം അവിശ്വാസത്തിൽ കലാശിക്കും. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, നമുക്കങ്ങ് തിന്നാം. ആ അവിശ്വാസം അനുസരണക്കേടിൽ കൊണ്ടെത്തിച്ചു. സ്ത്രീ പഴം പറിച്ച് തിന്നു. സ്ത്രീ ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. അപ്പോ 3:6 അനുസരണക്കേടിൽ കൊണ്ടെത്തിച്ചു. ഫലമോ? ഉണ്ടായിരുന്ന തേജസ് അങ്ങ് പോയി. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു. താങ്കൾ നഗ്നരെന്നറിഞ്ഞു. അതുവരെ അവർ നഗ്നരാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അവർക്ക് ഉടുപ്പില്ലായിരുന്നു. ദൈവം ആദ്യം ഉണ്ടാക്കിയ മനുഷ്യന് വസ്ത്രമില്ലായിരുന്നു, വസ്ത്രത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ അവർക്ക് നാണം തോന്നില്ല. നാണം തോന്നാത്ത തരത്തിലുള്ള ഒരു ശരീരമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നു, വസ്ത്രത്തിൻ്റെ ആവശ്യമില്ലാത്ത ഒരു ശരീരം. പക്ഷെ ഈ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ ബോധ്യമായി നഗ്നരാണെന്ന്, നാണവും തോന്നി. അപ്പം അതിനെന്തെങ്കിലും കാരണം ഉണ്ടായി കാണും. അവിടെ നാം തെളിച്ച് പറഞ്ഞിട്ടില്ല. എങ്കിലും പുതിയ നിയമത്തിൻ്റെയും കൂടെ വെളിച്ചത്തിൽ പറഞ്ഞാൽ ഇനി ഒരു നാൾ നമ്മൾ യേശുവിനോട് പോയി താമസിക്കും. യേശു വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമ്മൾ പറയുമ്പോൾ നാം അവനെ ബാക്കി അറിയാവുന്നവരൊക്കെ പറയും. നാം അവനെ, ഞാൻ ചില പതിയെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അവനോട് സദൃശ്യന്മാരാകും എന്ന് പറഞ്ഞാൽ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. ആ വാക്യത്തിൻ്റെ അർത്ഥം നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ അവൻ സദൃശ്യന്മാരാകും എന്നതിൻ്റെ വിശദീകരണം. ഫിലിപ്പിയർ 3:21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന് പറഞ്ഞാൽ, പുനരുദ്ധാനം ചെയ്ത് സ്വർഗത്തിൽ പോയ യേശുവിനെ ശൗൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് കണ്ടു. ഒരു മിന്നൽ, കണ്ണും പൊട്ടി താഴെ കണ്ടു. ഭയങ്കര വെളിച്ചം. അദ്ദേഹം തന്നെ അതിനെ സംബന്ധിച്ച് പ്രവൃത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ പറയുന്നതറിയാം, സൂര്യന്റെ വെളിച്ചത്തെ കവിയുന്നൊരു വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി. സൂര്യന്റെ വെളിച്ചത്തെ കവിയുന്ന, അതാണ് യേശുവിന്റെ വെളിച്ചം. അപ്പൊ അങ്ങനെ വലിയ മഹത്വത്തിലേക്ക് ഇനി ഒരു നാൾ നമ്മൾ പോകുമെങ്കിൽ അതിന് പറയുന്ന പേര് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം എന്നാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം എന്ന് വെച്ചാൽ ഈ ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും. അതായത് മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര മഹത്വത്തിലായിരുന്നു. അതുകൊണ്ട് നാണം തോന്നുകയില്ല. സൂര്യനെ നോക്കിയ വല്ലതും കാണുമോ? കുറേ രശ്മിയല്ലേ കാണുള്ളൂ. എന്നതുപോലെ വലിയ മഹത്വത്തിലാണ് മനുഷ്യനെ ഉണ്ടാക്കിയിരുന്നത്. ആ ഒറ്റയടിക്ക് അങ്ങ് പോയി, നമ്മളെ പോലെ. അപ്പൊ അങ്ങനെ പാപത്തിന്റെ ഫലം എന്താണ് എന്ന് അപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഇതെല്ലാം വചനത്തിൽ പറയുന്ന പോലെ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ മനുഷ്യന് ഒഴിഞ്ഞു മാറാനും നോക്കത്തില്ല.
ഞാൻ അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ദൈവം നേരിട്ടല്ലേ പറഞ്ഞത്. അല്ലാതെ നമ്മളിപ്പോൾ വചനം കേൾക്കുന്ന പോലെ കേട്ടതാണോ? അല്ലല്ലോ, ദൈവം നേരിട്ട് പറഞ്ഞതല്ലേ. അതുകൊണ്ട് ഒഴിവ് കഴിവൊന്നുമില്ല, മനുഷ്യൻ ഉത്തരവാദിയാണ്. എന്നാലും അയാൾ നോണ പറഞ്ഞ് പറ്റിച്ച, അല്ലാതെ ഉള്ളത് ഇത് സംഭവിക്കുമെന്നും പറഞ്ഞല്ല ഈ പണിയെല്ലാം ഒപ്പിച്ചത്. ഗുണം വരുമെന്നും പറഞ്ഞ് ഒപ്പിച്ചതാണ്, പക്ഷെ നാശമാണ് വന്ന് ഭവിച്ചത്. എന്ത് പറ്റി? ദൈവം കൊടുത്തതെല്ലാം കൈവിട്ടുപോയി. അങ്ങനെ മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിച്ചു. ഇന്നും ഇതേ തത്വമാണ് ചെയ്യുന്നത്. ഓരോരുത്തർക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവരെ പിടിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കും. അതിനനുസരിച്ച് മോഹം ഉണ്ടാക്കും. ആ മോഹത്തെ വളർത്തും. വളർത്തിയത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരും. അവസാനം തിരിച്ചറിയും ഉള്ളത് പോയി എന്ന്. പാപം ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവത്തെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യ ബോധം പോയില്ലേ? കുറ്റബോധം ഉണ്ടായില്ലേ? എന്തോ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയില്ലേ? പാപത്തിൽ സ്ഥിരമിരിക്കുന്നവർ കാര്യം ഇത് ശരിക്കും തിരിച്ചറിയുന്നില്ലായിരിക്കാം. എന്നാലും ആ പാപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടായ സമയം ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പം ഇത് പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണ്. അപ്പം മനുഷ്യനെക്കുറിച്ച് പിരിഹാരം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പാപം ചെയ്യുകയാണ്. പാപം ചെയ്യിച്ചോ, ദൈവം പറയും ഇറങ്ങ് പുറത്ത്. അതല്ലേ? ഏത് തോട്ടത്തിൽ അങ്ങനെയല്ലേ സംഭവിച്ചത്? പാപം ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ് ഇനി എൻ്റെ കൂടെ ഇരിക്കണ്ട, ഗെറ്റ് ഔട്ട്, നിന്നെ ഇനി വിടുത്താൻ കൊള്ളില്ല, ഗെറ്റ് ഔട്ട്. ഒരു വിട്ടുവീഴ്ചയില്ല. പാപം ചെയ്താൽ പിന്നെ ദൈവം തൻ്റെ കൂടെ ഇരുത്തത്തില്ല. പാപത്തിന് പരിഹാരം വരുത്താതെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാനുള്ള മാർഗം ഇല്ല. ഔട്ട്, പുറത്ത്. സ്തോത്രം. ആത്യന്തികമായി പാപം ചെയ്യുന്ന ദേഹി പാതാളത്തിൽ പോകും. പിശാചിൻ്റെ കൂടെ പാതാളത്തിൽ പോകും. ഇതാണ് അയാളുടെ പദ്ധതി. അയാൾക്ക് സാധിക്കേണ്ട കാര്യം ഇതാണ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ചുമ്മാ ഇങ്ങനെ ഞോണ്ടിയും വെച്ച് നൊന്തോന്ന് ചോദിക്കാനുള്ളതല്ല. കൊണ്ടുപോയി പാതാളത്തിൽ ഇട്ട് തീപ്പൈകളിടണം എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം. അയാളുടെ മെയിൻ അജണ്ട ഇതാണ്. അങ്ങനെ ഇനിയും പാപത്തെ ഇഷ്ടപ്പെട്ടാൽ, പാപം ചെയ്താൽ, അതിനോടൊരു താല്പര്യം തോന്നിയാൽ പിന്നെ മലിനമോഹം ഉണ്ടാക്കും. ഡിഗ്രി കൂട്ടി പാപം കൊണ്ടുവരും, അളവ് കൂട്ടി പാപം കൊണ്ടുവരും. പത്രോസിൻ്റെ ലേഖനം 2 പത്രോസ് 2-ാം അധ്യായം 9-10 വാക്യം ആത്മജീവിതം അനുഭവിച്ച് വരുന്ന മനുഷ്യരെ കുറിച്ച് പറയുകയാണ്. പാപത്തിന് സ്വല്പം ഒന്ന് വഴിപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് തീരില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി, പടിപടിയായിട്ട് അതിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകും. പാപത്തിന് ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. പിശാചിന് ദൈവത്തിന് വലിയ കാര്യമുള്ളതുപോലെ പിശാചിനും വലിയ കാര്യമുണ്ട്. അതൊക്കെ ആഴങ്ങളുണ്ട്. തിരിച്ച് കയറാൻ പറ്റാത്ത ഭയങ്കര കയമുണ്ട്. പാപത്തെ ഇഷ്ടപ്പെട്ട ഒന്നുകൂടെ പറയുകയാണ്, കയറാൻ മേലാത്ത മലിന മോഹങ്ങളിൽ കൊണ്ടുപോയി ആക്കും. ജീസസ്, ആമേൻ. ഇന്നത്തെ ലോകത്തിൽ അത്രയും ഒരുപാട് ചരക്കുണ്ട്. എല്ലാ കാലത്തും ഉണ്ടെങ്കിലും ഇന്നത്തെ ലോകത്തിൽ നിസ്സാരമായി ഏത് മനുഷ്യനെയും കൊണ്ടെത്തിക്കുന്ന മലിന മോഹങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ ഇൻ്റർനെറ്റും ഈ സാധനങ്ങളും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് മനുഷ്യന് മുറിക്കാതിരുന്നുകൊണ്ട് പാപം ചെയ്യാം. ലോകത്തിൽ എന്തോ നല്ല അശുദ്ധിയുണ്ടോ അത് മുഴുവൻ തന്നെ മുറിക്കാത്ത ആളാണ്. സകല വൃത്തികേടും കാണാം. ഭൂമിയിൽ ആരോടും മുറിക്കാതിരുന്നുകൊണ്ട് വർത്താനം പറയാം. വലിയ കാശ് മുടക്കില്ല. പണ്ടൊരുത്തന്നെ ഫോൺ വിളിക്കണമെങ്കിൽ കാശ് മുടക്കണമായിരുന്നു. വേറൊരു രാജ്യത്തേക്ക് ഫോൺ വിളിക്കണമെങ്കിൽ കണ്ടമാനം കാശാവുമായിരുന്നു. ഇന്നത്തെ കാലത്തോ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തേച്ചാൽ മതി, മണിക്കൂർ കണക്കിന് ഇരുന്നങ്ങ് വർത്താനം പറയാം. വർത്താനം പറയുന്നത് മാത്രമാണോ?
അവരെ അവിടെ കണ്ടൂടെ? ഈ കാണാനുള്ള സൗകര്യത്തിൽ വൃത്തികേട് കാണുന്ന എത്രയോ മനുഷ്യരുണ്ട്, നഗ്നത കാണിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അഖിലാണ്ടം മുഴുവൻ മലിനമായ ഒരു സംവിധാനമാണ് ഇന്നത്തതെന്ന് അറിയണം. തിരിച്ചു കയറാൻ പാലാത്ത മട്ടിൽ ഇതിനകത്ത് കിടക്കുന്ന മനുഷ്യരുണ്ട്. രാവും പകലും ഇതിനകത്ത് കിടക്കുന്ന മനുഷ്യരുണ്ട്. ഇത് നിമിത്തം ജീവിതം തകർന്നവർ, കുടുംബ ജീവിതം തകർന്നവർ. ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ചരക്ക്, ഒന്നുകൂടെ പറയണം, പാപത്തെ ഒന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ആഴത്തിൽ കൊണ്ടുപോയി ഒരു കാരണവശാലും ഒരിക്കലും രക്ഷപ്പെടാൻ മേലാത്ത തരത്തിൽ നശിപ്പിച്ച് പാതാളത്തിലിടുന്ന പ്രവൃത്തിയാണ് ഇയാൾക്കുള്ളത്. ഏറെക്കുറെ മിക്ക മനുഷ്യരെയും പാപത്തിന് കിട്ടും. ഏറെക്കുറെ ഞാൻ പറഞ്ഞ രക്ഷിക്കപ്പെട്ടവൻ്റെ കാര്യം കൂടിയാണ് പറയുന്നത്. അല്ലാത്തവർ പാപത്തിൽ ജീവിക്കുക. രക്ഷിക്കപ്പെട്ടവനെയും ഏതെങ്കിലും തരത്തിലുള്ള പാപം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ കൂടിയ പാപം തന്നെ വേണമെന്നില്ല. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്ന എന്തും പാപമാണ്. അല്ലാതെ വ്യഭിചാരം ചെയ്തെങ്കിലേ പാപമാവുള്ളൂ എന്നൊന്നും ധരിക്കരുത്. മത്തായി സുവിശേഷം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വർത്തമാനം പറയുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ അഗ്നി നരകത്തിന് യോഗ്യനാവും എന്നൊക്കെയല്ല പറഞ്ഞിരിക്കുന്നത്. സഹോദരനോട് മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാവും. അപ്പൊ അങ്ങനെ ഗൗരവമായ പാപത്തിൽ മനുഷ്യനെ അകപ്പെടുത്തി നശിപ്പിക്കുന്ന ഈ പ്രവൃത്തി വ്യാപകമാണ്. നല്ലൊരു പങ്കാളുകളും തങ്ങൾ പാപത്തിലാണെന്നും അപകടത്തിലാണെന്നും അറിയാൻ മേലാതെ ഇതിനകത്ത് കിടക്കുകയാണെന്ന്. പാപബോധം ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ സഭയിൽ, വിശ്വാസികളിൽ, ശുശ്രൂഷകരിൽ ധാരാളം മനുഷ്യർ. ദൈവ സാന്നിധ്യം പോയത് തിരിച്ചറിയാൻ മേലാത്ത മനുഷ്യർ, ദൈവ സാന്നിധ്യം എന്ന് പറയുന്ന ഒന്നുണ്ടെന്നറിയാൻ മേലാത്ത ഒരു വ്യാപകമായ സംഘം. ശരിക്കും ദൈവ സാന്നിധ്യം എന്നത് ഈ ശരീരത്തിന് അറിയാവുന്നൊരു സത്യമാണെന്ന്, യാഥാർത്ഥ്യമാണെന്ന് അറിയാവോ? അസൽ ദൈവ സാന്നിധ്യം ജീവിക്കുന്ന ജീവിതത്തിലാണെങ്കിൽ ഈ ശരീരം മൊത്തം ദൈവ സാന്നിധ്യം തിരിച്ചറിയും. അങ്ങനെ മണ്ഡലമുണ്ട്. ഈ കയ്യിൽ ദൈവസാന്നിധ്യം അവർക്കറിയാം, ഈ കാലിൽ ദൈവസാന്നിധ്യം അറിയാം, ഈ ചുണ്ടിൽ ദൈവസാന്നിധ്യം അറിയാം, ഈവൻ ഈ കുടലിൽ ദൈവസാന്നിധ്യം അറിയാം. അത്രയ്ക്ക് സത്യമാണ് ശരിയായ ആത്മമണ്ഡലത്തിലെ ആത്മസാന്നിധ്യം. ഓർഡിനറി ഇതൊന്നും അറിയുന്നില്ല. ഞാൻ മാനസാന്തരപ്പെട്ട് ധ്യാനപ്പെട്ടു, അത്രയ്ക്കേ അറിയുള്ളൂ. പക്ഷെ അവിടകം തീരുന്നതല്ലിത്. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ദൈവമിറങ്ങി, പരിശുദ്ധാത്മാവിറങ്ങി താമസിക്കുന്ന ഒരു ജീവിതമാണ് ഈ അസൽ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ആ ദൈവസാന്നിധ്യം അവർക്ക് ഭയങ്കര വിലയേറിയതാണ്. ഒരു സെക്കൻഡ് നേരം അതില്ലാതെ ജീവിക്കാൻ അവർക്ക് ഇഷ്ടമില്ല. ഭൂമി, നല്ല അസൽ ഭക്തന് ഭൂമി മുഴുവൻ കൊടുക്കാന്ന് പറഞ്ഞാലും ദൈവസാന്നിധ്യം വിട്ടിട്ട് അവർ ജീവിക്കില്ല. അങ്ങനൊരു ലോകമുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാണ്, ശരീരം തിരിച്ചറിയുന്ന ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാം. അവിടെ പോകാൻ തയ്യാറാവണം. അല്ല അലസ ആത്മീയ ജീവിതം, ഞാൻ ഒന്നുകൂടെ പറയാണ്, മാനസാന്തരപ്പെട്ട് ജ്ഞാനപ്പെട്ട് എന്നും പറഞ്ഞൊന്നും ജീവിച്ചാൽ ഈ മണ്ഡലം എത്തില്ല. ശരിയായ ആത്മമണ്ഡലത്തിൽ ജീവിക്കേണ്ട ഈ മനുഷ്യൻ അതറിയാൻ മേലാതെ ജീവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടെത്തി മനുഷ്യൻ്റെ കണ്ണും കുരുടാക്കി അവരെ ആകെ വഷളാക്കിയിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്, നമ്മുടെ ഇന്നത്തെ ലോകം. അപ്പം നല്ലൊരു പങ്ക് ആളുകളെ ഇതിന് കിട്ടും, ചിലരെ കിട്ടത്തില്ല. അങ്ങനെ കിട്ടാതെ വരുന്നവരെ വെറുതെ വിടുന്ന ആളാണോ അയാൾ? അല്ല. നേരത്തെ പറഞ്ഞൊരു വാക്യം ഇന്നല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞ് മത്തായി 24:24, കഴിയുമെങ്കിൽ വ്രതന്മാരെയും ഭയങ്കര ഭക്തന്മാരെയും ഭക്തി മൂത്തിരിക്കുന്ന ആളുകളെയും എങ്ങനെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പരതി നടക്കുകയാണ്. ഒരവസരം നോക്കി, ക്ഷീണത്തിൻ്റെ ഒരു അവസരം നോക്കി, സംശയത്തിൻ്റെ ഒരവസരം നോക്കി, വേദനയുടെ ഒരു അവസരം നോക്കി, ബലഹീനതയുടെ ഒരു അവസരം നോക്കി നടക്കുകയാണ്.
എല്ലാവരും എപ്പോഴും അങ്ങ് ബലത്തിലൊന്നും ഇരിക്കില്ലല്ലോ. പല ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ എത്തത്തില്ലേ? വലിയ വിഷമത്തിൻ്റെ ചില ഘട്ടങ്ങളെത്തില്ലേ? അപ്രതീക്ഷിതമായി പലതും സംഭവിച്ച് വിഷമവും ചിലപ്പോൾ നിരാശയും തോന്നുന്ന ഘട്ടത്തിൽ ഏത് ഭക്തനെയും കൊണ്ടെത്തിക്കില്ലേ? ഇല്ലേ? ദൈവശക്തി പരസ്യമായി വെളിപ്പെടുത്തി യഹോവയാണ് സത്യദൈവമെന്ന് തെളിയിച്ച ഏലിയാവിന് അടുത്ത സെക്കൻഡ് കിട്ടിയ എന്താണ്? എനിക്ക് ജീവിക്കണ്ട, എന്നെ കൊന്നൊരു ദൈവം, അവിടെ ഒരു സ്ത്രീ എന്നെ കൊല്ലുമെന്ന്, അവളെന്നെ കൊല്ലുന്നതിനേക്കാൾ എനിക്കിവിടെ കിടന്ന് ചത്താ മതി. ആര്? സാധാരണക്കാരനാണോ പറഞ്ഞത്? ജീസസ് പ്രബദലഹദിനികശി, യഹോവ സത്യദൈവമെന്ന് പരസ്യമായി തെളിയിച്ച് വലിയ ഭയങ്കര വീരനായി നിന്നവൻ. ആഹാബിന് അവനെ കാണുമ്പോൾ പേടി തോന്നുന്ന തരത്തിൽ, ആഹാബ് വെച്ചാൽ അന്നത്തെ രാജാവാണ്, രാജാവിന് പേടി തോന്നുന്ന തരത്തിൽ ജീവിച്ചവൻ. അങ്ങനെ ബലഹീനമായി തീർന്ന സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കും എനിക്കും ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? അങ്ങനെയൊന്നും ഒരു സാഹചര്യം ഉണ്ടാകാതെ എപ്പോഴും അങ്ങ് ബലവാന്മാരായി നിന്നവരാണോ നിങ്ങളോ ഞാനോ? അങ്ങനെയുള്ള അവസരത്തിൽ ഉണ്ടാക്കി നോക്കി നിൽക്കുന്ന ഈ പ്രവൃത്തി അത് പറ്റിയില്ലെങ്കിൽ, തോപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പരിപാടി കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം അതൊന്ന് ഓൺ ചെയ്തിട്ട് വായിക്കുന്നത്, മനുഷ്യർ കേൾക്കാൻ വേണ്ടിയാണ് വായിക്കുന്നത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ തെറ്റിക്കരുത്. ആരും നിങ്ങളെ വിരുദ തെറ്റിക്കരുത്. വാക്ക് തെളിച്ച് പറയണം. ഓക്കെ, ആരും നിങ്ങളെ വിരുദ തെറ്റിക്കരുത്. ആ വാക്ക് കേട്ടല്ലോ, വിരുദ തെറ്റിക്കരുത്. എന്താണ് വിരുദ എന്നവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം? ലക്ഷ്യസ്ഥാനം, ഓടിയെത്തേണ്ട, ഓട്ടക്കാരൻ ഓടിയെത്തേണ്ട ലക്ഷ്യസ്ഥാനം. എന്താണ് സാധിക്കാനുള്ളതെന്ന ആ പരമമായ ബോധം, അത് മറിച്ച് കളയാൻ സമ്മതിക്കരുത്. എത്തേണ്ടടത്ത് എത്തണം, അതിന് മുടക്കരുത്. പൗലോസ് പറഞ്ഞൊരു വാചകമുണ്ട്, സ്തോത്രം, ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്ത് കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ്. ഞാൻ പറയുന്ന ആത്മലോകം എനിക്ക് കിട്ടണം. വല്ലവിധേനയും, പൗലോസിന്റെ ലേഖനത്തിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. വല്ലവിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം, യേശുവിനെ അറിയണം, അവനെ ശരിക്കും അനുഭവിച്ചറിയണം, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം, അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എനിക്ക് അറിയണം. അങ്ങനെയുള്ള ആ വലിയ ആവേശത്തിലുള്ളവനെ വിരുദ്ധേറ്റിക്കാൻ. അല്ലെ, വേറൊരു ഭാഷ പറയാം, അവസാനത്തെ ദിവസം ദൈവം നോക്കിയിട്ട് വെരി ഗുഡ് എന്ന് ദൈവം പറയല്ല. അത് ഇംഗ്ലീഷ് വാക്കാൻ ഞാൻ ഉപയോഗിച്ചു. യേശു പറഞ്ഞില്ലേ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന അവസാനത്തെ ദിവസം പറയരുത്. അതിന് ഞാൻ പറഞ്ഞത് നമുക്ക് ധാരണ അറിയാവുന്നത്, വെരി ഗുഡ് എന്ന് ദൈവം പറയരുത്. അതിനുള്ള സൗകര്യം ഉണ്ടാക്കാൻ. അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ലെങ്കിൽ, ഗുഡ് എന്ന് ദൈവം പറഞ്ഞില്ലെങ്കിൽ തീർന്നില്ലേ എല്ലാം? അവിടെ ചെല്ലുമ്പോൾ അവസാനം പറയണ്ടേ, ദൈവം ഇഷ്ടപ്പെട്ടു, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിന്നെ ഞാൻ ഏൽപ്പിച്ച കാര്യം നീ ചെയ്തു, നന്നായിരിക്കുന്നു എന്ന് ദൈവം പറയാനുള്ള സൗകര്യം ഉണ്ടാവരുത്.
എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് ഇച്ചിരി തെളിച്ചു പറയാം. തെളിച്ചു പറഞ്ഞാൽ അയാളുടെ ശാസ്ത്രം ഞാൻ മുമ്പ് പറഞ്ഞ വാക്യം 1 Corinthians 9 മുതൽ 27 വരെയുള്ള വാക്യം ഓടുന്നു, പക്ഷേ അവസാനം ബിരുദം പ്രാപിക്കുന്നില്ല എങ്കിൽ അമ്മയുടെ ശാസ്ത്രം എന്താണ്? നീ ഓടിക്കൂ. ഓടണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ കേൾക്കില്ല, അവളും ഓടും. ഓടിക്കോ, പക്ഷേ അങ്ങ് ചെന്നെത്തി 1ാം സ്ഥാനം കരസ്ഥമാക്കരുത്. ഞാനും ആത്മീയം തന്നെ ഇറങ്ങിത്തിരിക്കാം, ഞാനും പോവാം. പോകുന്ന വഴിക്ക് വല്ലതുമൊക്കെ ഇട്ട് നമ്മളെ പിടിച്ചു നിർത്താൻ എബ്രായ ലേഖനത്തിലെ ഭാഷ പറഞ്ഞതുപോലെ ഓരോ സാധനം ചരക്കെടുത്ത് റോഡിൽ എറിഞ്ഞിട്ട് ഒരു മോട്ടോക്കാരന് മുമ്പിൽ അത് പെറുക്കാൻ കുനിഞ്ഞാൽ കുറെ സ്വർണം വഴിക്കെറിഞ്ഞു തന്നാൽ അതെടുക്കാൻ കുനിയുമ്പോഴത്തേക്ക് ബിരുദങ്ങ് പോവും. അപ്പൊ ഓട്ടത്തിന്റെ അവന്റെ ശാസ്ത്രം ഇതാണ്: ഓടിക്കോ, പക്ഷേ ബിരുദം പ്രാപിക്കരുത്. ആത്മീയ ജീവിതമൊക്കെ ചെയ്തോ, ആത്മീയമൊന്നും വേണ്ട, നിങ്ങളെല്ലാം തരി പാപികളായിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേൾക്കത്തില്ല. കുറേ മനുഷ്യർക്ക് ഈ പാപമൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറേ മനുഷ്യർക്ക് ആത്മീയമായി ഇഷ്ടം. അപ്പം അങ്ങനെ ആത്മീയമായിട്ട് ഓടിപ്പോകുമ്പോൾ എന്നാലും ഇവൻ ചെന്നെത്തേണ്ടിടത്തു ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കരുത്. അതിനിടയ്ക്ക് എവിടെയെങ്കിലും നിർത്തി ഇവൻ്റെ ആ ഭയങ്കര ആവേശം അങ്ങ് തീർത്ത് കളയണം. അല്ല, നമ്മുടെ ആത്മപ്രവൃത്തിയുടെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പ്രസംഗിച്ചോ. സുചേട്ടൻ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് പ്രസംഗിച്ചേ പറ്റുള്ളൂ. പ്രസംഗിച്ചോളൂ, പക്ഷെ ആരും രക്ഷിക്കപ്പെടരുത്. സമശുദ്ധീകരണത്തിലേക്ക് വരാൻ പാടില്ല. അങ്ങനെ മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന തരം പ്രസംഗം പാടില്ല. അങ്ങനെ പറയത്തില്ല, എന്നാലും മനുഷ്യനെ സുഖിപ്പിക്കാനുള്ള, രസിപ്പിക്കാനുള്ള പ്രസംഗം പ്രസംഗിച്ചു, ആളുകൾ ഇഷ്ടപ്പെടും. അവർ മാനസാന്തരപ്പെടേണ്ട, അവർ രസിക്കും. അങ്ങനല്ലേ കുറേ പ്രസംഗങ്ങൾ? അങ്ങനല്ലേ? ചിരിക്കണം, കളിക്കണം, വന്നു കേട്ടു രസിച്ചു പോയി. പാവബോധം വേണ്ട, വിശുദ്ധീകരണം വേണ്ട. അങ്ങനെ കുറേ പ്രസംഗങ്ങളുണ്ട്. അവർക്ക് പൈസ കിട്ടും, അവരുടെ തൊഴിൽ നടക്കും, ആളുകളുടെ കയ്യടി കിട്ടും. പക്ഷെ കയ്യടി കൊണ്ട് പ്രസംഗത്തിൽ കാര്യമുണ്ടോ? നിങ്ങൾക്കൊരു സുഖം കിട്ടിയേക്കാം, നിങ്ങൾക്കൊരു ഒരു സ്വയ തൃപ്തി കിട്ടിയേക്കാം. പക്ഷേ മനുഷ്യൻ വിടിവിക്കപ്പെടുന്നില്ലെങ്കിൽ, മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ, സഭ ശുദ്ധീകരണത്തിലേക്ക് വരുന്നില്ലെങ്കിൽ, അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ, നീ ആയുസ് മുഴുവൻ പ്രസംഗിച്ചിട്ട് എന്ത് ഗുണം? ആ ലക്ഷ്യമില്ലാത്ത പ്രസംഗി തോറ്റില്ലേ? അയാള് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അയാള് തോറ്റില്ലേ? കാശിന് വേണ്ടി പ്രസംഗികളായി തീർന്നു പോയ, നല്ല പോലെ ഇറങ്ങിയവർ, പൈസ കിട്ടിയപ്പോ അല്ല വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടിയപ്പോ അങ്ങനത്തെ പ്രസംഗികളായി തീർന്നവർ ഭൂമിയിൽ ഇഷ്ടം പോലില്ലേ? എത്ര പേർക്കാണ് നിർബന്ധം? ഞാൻ ശുശ്രൂഷിച്ചാൽ ജനം വിടുവിക്കപ്പെടണം എന്ന നിർബന്ധക്കാർ ഇന്നത്തെ ലോകത്തിൽ എത്രയുണ്ട്? ഞാൻ പ്രസംഗിച്ചാൽ ദൈവപ്രവൃത്തി നടക്കണം എന്ന നിർബന്ധക്കാർ എത്ര പേരുണ്ട്? ഇതൊരു തൊഴിലായി കൊണ്ട് നടക്കുമ്പോൾ അവർ വലിയ പാപമൊന്നും ചെയ്തില്ലെന്നേ, പക്ഷെ അവന്റെ ബിരുദ് തെറ്റി. ദൈവത്തിന്റെ മുമ്പാകെ ദൈവം നോക്കിയിട്ട് ഗുഡ് എന്നയാളെ കുറിച്ച് പറയുമോ? പറയില്ലല്ലോ. തോറ്റില്ലേ? ഇങ്ങനെയുള്ള മുഴുവൻ പ്രസംഗികളും തോറ്റില്ലേ? അവർ പൈസ ഉണ്ടാക്കുന്നു, അവർ ജീവിക്കുന്നു, അടിപൊളിയായിട്ട് കഴിയുന്നു. പക്ഷെ ദൈവത്തിന്റെ മുമ്പാകെ ചാദിച്ചു. ഈ സാധനങ്ങളെല്ലാം കൊടുത്ത് പിശാച് ചാദിച്ചു. ഇതൊന്നും അടുത്തത്
മനുഷ്യന് ദൈവത്തെ ആരാധിക്കരുതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ കേൾക്കുകയില്ല. മനുഷ്യൻ ആരാധിക്കണം. അതുകൊണ്ട് നിങ്ങൾ ആരും ആരാധനയ്ക്ക് പോകരുത്, ദൈവത്തെ സേവിക്കരുത് എന്നൊന്നും പറഞ്ഞാൽ മനുഷ്യൻ കേൾക്കുകയില്ല. മനുഷ്യന് ദൈവത്തെ സേവിക്കണം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശാസ്ത്രം എന്താണ്? ആരാധിച്ചോന്നേ, ഇഷ്ടം പോലെ ആരാധിച്ചു. അല്ല, ഇന്നത്തെ ഭാഷയ്ക്ക് പറഞ്ഞാൽ അങ്ങനൊന്നും വികാരമില്ലാതെ ആരാധിക്കേണ്ട, തുള്ളിച്ചാടി ആരാധിക്കുക. പക്ഷേ സ്വർഗത്തിൽ ചെല്ലരുത് ആരാധന. ദൈവത്തിൻ്റെ തീ ഇറങ്ങരുതെന്ന് പഴയ നിയമശാസ്ത്രത്തിൽ പറയാം. ദൈവം കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് ഇറങ്ങി വന്ന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ആരാധന ഉണ്ടാവാൻ പാടില്ല. അല്ല, ഞാൻ അവിടെ നിന്നോട് ഒന്ന് ചോദിക്കുകയാണ്, എത്ര ആരാധനകളിൽ സഭയിൽ ദൈവമഹത്വം ഇറങ്ങത്തക്കവണ്ണം എത്ര ആരാധന നടക്കുന്നു? നല്ലൊരു പങ്ക് ചടങ്ങല്ലേ, പരിപാടികളല്ലേ, കൃത്യം പ്രോഗ്രാം, ഇത്ര പാട്ട്, ഇത്ര പ്രാർത്ഥന, ഇത്ര പ്രസംഗം എന്നുള്ള ചടങ്ങല്ലേ. അത് നടന്നാൽ ജീസസ് മനുഷ്യ ശരീരത്തെ തൊടുന്നതും ആത്മാവിന് രൂപാന്തരം വരുത്തുന്നതും പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുന്നതും മനുഷ്യൻ ദൈവസാന്നിധ്യം നിറഞ്ഞിറങ്ങിപ്പോകുന്നതുമായ സഭാമണ്ഡലം എത്രയുണ്ട്. ഇന്ന് പലതും ആളാകാനുള്ള സഭയല്ലേ, ആളുകളെ പ്രദർശിപ്പിക്കാനുള്ള സഭയല്ലേ. തങ്ങളുടെ വലിപ്പവും തങ്ങളുടെ മഹത്വവും തങ്ങളുടെ മിടുക്കും കുറേ പേരുടെ പൈസയും ഒക്കെ കൂടെ കാണിക്കാനുള്ള മണ്ഡലമായി സഭ. അവരുടെ മുതലാളിത്വത്തിൽ നടത്തുന്ന സഭകളില്ലേ. അവർ ജയിച്ചോ തോറ്റോ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ തോറ്റില്ലേ. ആത്മീയം എന്ന് പറഞ്ഞ് നടക്കുന്നു. സ്വർഗത്തിലെത്താത്ത, ദൈവമഹത്വം ഇറങ്ങാത്ത ഈ ആരാധന കൊണ്ട് എന്ത് കാര്യം? ചിലരെ കൊണ്ട് പൈസ കൊടുപ്പിക്കും, ചിലരൊരു വകയും കൊടുക്കുകയില്ല. അങ്ങനെ ഒരു കൂട്ടം വർഗമുണ്ടെന്ന്. ദൈവത്തിനൊന്നും കൊടുത്തുകൂടാന്നുള്ള കുറേ ശാസ്ത്രക്കാർ, അങ്ങനെ പഠിപ്പിക്കുന്ന കുറേ പേരുണ്ട്. ദൈവത്തിനൊന്നും കൊടുക്കരുത്, ഉപദേശിമാർക്ക് ഒരു വകയും കൊടുക്കരുത്, നമ്മൾ കൊടുത്താണ് യുവന്മാർ തിന്നുന്നത്, അതുകൊണ്ട് ഒരു വകയും കൊടുക്കരുത് എന്നൊക്കെ പറയുന്ന കുറേ ആളുകൾ. എന്നാൽ കുറേ പേരോട് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല, അവർ കൊടുക്കും. പക്ഷെ അവർ കൊടുക്കുന്നത് തങ്ങൾ കൊടുക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്, തങ്ങൾ നല്ലവരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പരസ്യം കിട്ടിയാൽ കൊടുക്കും, ആളുകൾ കിളത്തിയാൽ കൊടുക്കും. അല്ലെങ്കിൽ കൊടുക്കില്ല. കൊടുത്ത വെച്ച് വിളിച്ചു പറയും, അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. എന്താണ് യേശുക്രിസ്തുവിൻ്റെ തത്വം? അത് യേശുവിൻ്റെ തത്വത്തിന് ചേരുമോ? യേശു പറഞ്ഞു, നീ കൊടുത്താൽ നിൻ്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. തന്നെ വെളിപ്പെടുത്താനും താൻ മിടുക്കനാണെന്നും നല്ലവനാണെന്നും കാണിക്കുന്നതിനൊന്നും സ്വർഗത്തിൽ ഒരു പ്രതിഫലവും ഇല്ല എന്ന് യേശു തെളിച്ച് പറഞ്ഞു. ഇന്നത്തെ ലോകത്തിൽ ഇതുവല്ലോ അറിയോ? സഭയിലെ കൊടുപ്പുകാർക്ക് ഇന്നത് അറിയോ? ജയിച്ചോ തോറ്റോ? ജീസസ് നീ സ്നാനപ്പെട്ടു, പക്ഷേ നീ ജഡീകനായി ജീവിക്കണം. വല്ലതൊക്കെ ചെയ്യണോ? ചെയ്യേ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന് ദൈവം പറയുന്ന സ്ഥിതിക്ക് ആത്മീയം ആണോ? ആത്മീയനായിക്കോ, പക്ഷേ അതിൻ്റെ ശക്തി പാടില്ല. വേഷമായിക്കോ,
ഉടുപ്പൊക്കെ ഇട്ടോ, പക്ഷെ ആത്മശക്തിയുടെ വ്യാപാരം അകത്തുണ്ടായിരിക്കാൻ പാടില്ല. അല്ല, ഇന്നത്തെ ഭാഷയ്ക്ക് ഒന്നുകൂടെ പറഞ്ഞാൽ, നല്ല പ്രസംഗം പ്രസംഗിച്ചു, മനുഷ്യന് ഇഷ്ടം പോലെ കാശ് കിട്ടുമെന്ന് പ്രസംഗിര്. നിനക്ക് ഉയരാം, അഭിവൃദ്ധിപ്പെടാം, കണ്ടമാനം കാശ് കിട്ടും, വലിയ വീട് കിട്ടും, നല്ല കാറ് കിട്ടും, നിൻ്റെ പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് കുടി ആളായി തരും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കേ. എന്താണ് ചെയ്യുന്നത്? ഈ പ്രസംഗങ്ങൾ മനുഷ്യരെ ലൗകികരാക്കുകയല്ലേ, ഭൗമികരാക്കുകയല്ലേ? ഈ പ്രസംഗം നിമിത്തം ദൈവത്തെ സേവിക്കാൻ വന്നാൽ കണ്ടമാനം കാശ് കിട്ടും എന്നും പറഞ്ഞ് വിളിച്ചാൽ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വിളിക്കുന്നോ, നിങ്ങളെ ആത്മീയരാകാൻ വിളിക്കുന്നോ, അതോ നിങ്ങളെ ലോകക്കാരാകാൻ വിളിക്കുന്നോ? ലോകം വാരിക്കൂട്ടാനല്ലേ ഇന്നത്തെ ഒരുപാട് പ്രസംഗങ്ങളും കൂട്ടങ്ങളും പോകുന്നത്? തൊരിലേ വിരുത് തെറ്റിക്കുന്നത്. അവിടെയാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ആ കൂട്ടത്തിലല്ല. ഞാൻ ഈ പ്രസംഗം പ്രസംഗിച്ചിട്ട് എനിക്ക് അവിടെ എത്തണം, അതിനു വേണ്ടി എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെത്താൻ കല്ലുകൊണ്ടിടിക്കുന്നു എന്നൊന്നുമല്ല. തൻ്റെ വികാരത്തെ പിടിച്ചു കെട്ടും, തൻ്റെ ആഗ്രഹങ്ങളെ കൃത്യമായി അളന്നു കുറിച്ച് നിർത്തും. വചനം എന്ത് പറയുന്നുവോ അവിടെ നേടം വലം തിരിയാതെ ജീവിക്കുന്ന ഒരാത്മീക ജീവിതമുണ്ട്. തന്നെത്താൻ നിയന്ത്രിക്ക് ജീവിക്കുന്ന ആത്മീയനാണ് ജയിക്കുന്നത്. അല്ലാതെ ഈ ജഡത്തിൻ്റെ പുറകെ പോകുന്ന മുഴുവൻ തോറ്റു. വലിയ പാപം ചെയ്തോ ഇല്ല, മോഷ്ടിച്ചോ ഇല്ല, കള്ളം പറഞ്ഞോ ഇല്ല, വ്യഭിചാരം ചെയ്തോ ഇല്ല, പള്ളിയിൽ പോന്നു, ആരാധിക്കുന്നു, പ്രസംഗം നടത്തുന്നു, കാശ് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷേ വിരുത് തെറ്റി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ആത്മജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ച ആവേശം കുറേ പേർക്ക്, അങ്ങനെ ആവേശത്തോടെ ഇറങ്ങിത്തിരിച്ച കുറേ പേരുണ്ട്, ചുമ്മാ ഇറങ്ങിയ കുറേ പേരുണ്ട്. എന്നാൽ നല്ല ആവേശത്തോടെ ഇറങ്ങിത്തിരിച്ചവർ, ആ ആവേശം ഇന്നകത്ത് കത്തുവോ, ജ്വലിക്കുവോ? ജീസസ്, 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 ജീസസ്. അല്ലാത്ത മുഴുവൻ പേരും തോറ്റു, പിശാചിന് തൃപ്തിയായി. ദൈവം നോക്കിയിട്ട് നിങ്ങളെ വെരി ഗുഡ് എന്ന് പറയത്തില്ല. അയാൾക്ക് ഇഷ്ടപ്പെട്ടു, അയാളുടെ ചരക്ക് വിറ്റു. അപ്പം പാപം ചെയ്യിക്കാൻ കിട്ടിയില്ലെങ്കിലും വിരുത് തെറ്റിച്ച് നമ്മളെ തോപ്പിക്കുന്ന ഒരു വല്ലാത്ത ചതിവിൻ്റെ വഞ്ചനയുടെ വ്യാപാരം ഭൂമിയിൽ ഉണ്ട്. അതിനെ അതിജീവിക്കണോ? ഓ റബശകനെ, വചനത്തിൻ്റെ കൃത്യ അറിവും അല്ല, ഞാൻ മുമ്പ് പറഞ്ഞ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവവും. ആത്മീയ സത്യമാണ്, ആത്മീയ അനുഭവിക്കേണ്ടതാണ്. എടുത്തു പറയും, ആത്മീയ ശരീരം അനുഭവിക്കേണ്ടതാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരിക്കലും എന്നോട് പറഞ്ഞു, സാധാരണ യോഗം എന്നൊക്കെ പറഞ്ഞാൽ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇച്ചിരി ഒരു ചൂടൊക്കെ വരുന്നത്. പക്ഷേ ഇത് പള്ളിയുടെ പടി എത്തുമ്പോഴത്തേക്ക് ദൈവസാന്നിധ്യം വരും. അങ്ങനെ യോഗം ഉണ്ടെന്ന്. പള്ളിയുടെ പടി ചവിട്ടുമ്പോൾ ശരീരം അറിയും ഇതിനകത്ത് ദൈവസാന്നിധ്യമുണ്ട്. കമാൺ, നമ്മുടെ സഭകൾ ജയിച്ചോ അതോ നമ്മുടെ സഭകൾ പരാജയത്തിലാണോ, പിശാചിൻ്റെ ചതിയിലും വഞ്ചനയിലും പെട്ടോ എന്നറിഞ്ഞോളൂ. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ അയാളുടെ ചതിവിലും നിൽക്കുകയില്ല. ഇയാൾ ആത്മീയനാണ്, പാപത്തിനും കിട്ടുകയില്ല, ലക്ഷ്യം തെറ്റിക്കാനും പറ്റില്ല. ഇയാൾ ആവേശത്തിലും ആത്മീയത്തിലുമാണ് എന്ന് വന്നാൽ വിട്ടുവെച്ച് പോവോ? ഇല്ല. അടുത്ത പരിപാടിയായി. എന്താണ് അടുത്ത പരിപാടി?
യോഹന്നാൻ 10:10. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. പിശാചൻ എന്താ വേണ്ടിയത്? മോഷ്ടിക്കണം, അറുക്കണം, മുടിക്കണം. മനുഷ്യനെ ദൈവത്തിൻ്റെ അനുഗ്രഹം മോഷ്ടിച്ച് കൃപയില്ലാതാക്കി അവനെ കൊണ്ടുപോയി അവസാനം മുടിക്കണം. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. ഇവന് സോക്കേട് വരുത്തണം. ഭേദമാകാത്ത സോക്കേട് വരുത്തണം. ഇവൻ വലിയ ഭക്തനല്ലേ, അനുഭവിക്കട്ടെ. അല്ലെങ്കിൽ അവന് അപകടം വരുത്തണം. എന്നിട്ട് അവനെ കൊല്ലണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചില ഗൗരവമായ കാര്യങ്ങളാണ്, ചില കൂടിയ കാര്യങ്ങളാണ്. എന്താ പറയുന്നത് ഞാൻ തെളിച്ച് പറയാം. ഞാൻ പറഞ്ഞില്ലേ, പാപത്തിന് വീഴ്ത്താൻ കിട്ടിയില്ലെങ്കിൽ, വിരുത് തെറ്റിക്കാൻ പറ്റിയില്ലെങ്കിൽ അവസാനത്തെ പണിയാണ് ഇവനെ ഒന്നുകിൽ സോക്കേട് വരുത്തുക, അപകടം വരുത്തുക, എന്നിട്ട് കുന്നുകളാണ് അങ്ങനെ ഉദ്ദേശം. നിങ്ങൾ ചോദിക്കുക അത് വല്ലതും നടക്കുവാണെന്ന്. അങ്ങനെ ഭക്തൻ അത് വല്ലതും പറ്റുമോ എന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ ചോദിക്കുന്നു, ഇയ്യോബിൻ്റെ പുസ്തകം പരിശോധിച്ചാൽ ഇയ്യോബിനേക്കാൾ കൂടിയ ആത്മീയരെന്ന് പറയാൻ വല്ലവരും നിങ്ങൾക്ക് പറ്റുമോ? സ്പെഷ്യൽ ആത്മീയനല്ലായിരുന്നു ഇയ്യോബ്. ദൈവം പറഞ്ഞില്ലേ, അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകരുന്നവനും ദൈവഭക്തനുമായ ഒരുത്തൻ വേറെ ഇല്ലാതവണ. അത്രയ്ക്ക് സ്പെഷ്യൽ ഭക്തൻ. എന്നിട്ട് പിശാചി എന്ന് പറയുകയാണ്, ചുമ്മാ ഇവൻ നിന്നെ സേവിക്കുന്നു എന്ന് പറയുന്നത് പാഠമാണിതെല്ലാം. നീയെല്ലാം ഇങ്ങനെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവൻ സേവിക്കുകയാണ്. അതൊന്ന് എടുത്തു മാറ്റ്, മുഖത്ത് നോക്കി തേച്ച് പറയും. അപ്പോൾ ദൈവത്തിന് യോബിനെ അറിയാം. ദൈവം പറഞ്ഞു ഓൾറൈറ്റ്. അപ്പോൾ ആദ്യമേ അവൻ പറഞ്ഞു, നീ വേലി കെട്ടി വെച്ചിരിക്കുകയാണ്, എനിക്കങ്ങോട്ട് കയറാൻ പറ്റില്ല. അതോർത്തണം, വേലി കെട്ടി വെച്ചിരിക്കുക, എനിക്കങ്ങോട്ട് കയറാൻ പറ്റില്ല. എന്നാലും സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിക്കാൻ പോയത് ഇയാൾ. ദൈവം പറഞ്ഞു ഓക്കെ, അങ്ങോട്ട് പൊളിച്ച് വന്നിരിക്കുന്നു, അങ്ങോട്ട് ചെന്നോ. ചെന്നപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ടല്ലേ എന്നത്. പ്രകൃതി ദുരന്തം ഉണ്ടാക്കിയില്ലേ, ഇല്ലേ? കൊടുങ്കാറ്റടിച്ച് അയാളുടെ പിള്ളേരുടെ മൊത്തം പേരുടെയും വീടിൻ്റെ, അവർ അന്നേരം കൂടിയിരുന്ന വീടിൻ്റെ മണ്ടയ്ക്ക് വീട് വീണ് പിള്ളേരെല്ലാം കൂടെ ചത്തില്ലേ ഒറ്റയടിക്ക്. തീയിറങ്ങി കൃഷി നശിച്ചില്ലേ. അയൽ ദേശക്കാരൻ വന്ന് സ്വത്ത് അപഹരിച്ചുകൊണ്ട് പോയില്ലേ, കൃഷിയെല്ലാം കൂടെ കൊണ്ടുപോകണില്ലേ, മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോയില്ലേ. ആർക്ക്? വേലി കെട്ടിക്കാത്തിരുന്നവൻ. ലക്ഷ്യം എന്താണ്? ഇവനെ ആത്മീയത്തിൽ നിന്ന് ദൈവത്തെ ത്യജിച്ച് പറയുന്നൊരു സ്ഥിതി ഉണ്ടാക്കണം. എന്തോന്ന് ദൈവം, ഇതാണോ നിന്നെ സേവിച്ചിട്ട് എനിക്ക് കിട്ടുന്നത് എന്ന് ഇവൻ പഠിച്ചു പറയണം. അതിന് തക്കവണ്ണം എല്ലാം ആസൂത്രണം ചെയ്ത് ഈ പറഞ്ഞ എല്ലാം അവിടെ സംഭവിച്ചില്ലേ, ഇല്ലേ? അപകടം സംഭവിച്ചില്ലേ, കൊന്നില്ലേ. ആരുടെ വീട്ടിൽ? ഭയങ്കര ഭക്തൻ്റെ വീട്ടിൽ ഇതെല്ലാം നടന്നില്ലേ. പക്ഷേ ഇയ്യോബിൻ്റെ ആത്മീയ ജീവിതത്തെ തൊടാൻ ഇതിനൊന്നും ശക്തി ഉണ്ടായില്ല. ഇയ്യോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, സ്തോത്രം. ചോദ്യം ചെയ്യാൻ അവൻ തയ്യാറല്ല. തന്നത് ദൈവം, ദൈവം എടുത്തു. പിള്ളേരെല്ലാം കൂടെ ചത്തപ്പഴും. അതാണ് പറഞ്ഞത്. അതാണ് ആത്മീയം. ഭൗമികത്തിനു വേണ്ടി ജീവിക്കുന്നതല്ല വാസ്തവത്തിൽ ആത്മീയം. അതല്ല നേട്ടം. കൃപയുടെ വ്യാപാരമാണ് പ്രധാനം. അസൽ ദൈവഭക്തിയാണ് പ്രധാനം. പക്ഷേ ഈ നാശം എല്ലാം അവൻ കൊണ്ടുവരും.
വിശ്വാസ ജീവിതത്തിന് ക്ഷീണം വരുത്തി, ഒലച്ചിൽ വരുത്തി. നിങ്ങൾ ദൈവകൃപയിൽ നിൽക്കാതെ ദൈവത്തെ തള്ളികളയാൻ, അല്ല ഒന്ന് പരിഹസിച്ച് ആക്ഷേപിച്ച്, വേണ്ട ദൈവം വേണ്ട ദേവനും വേണ്ട, ഇത്രയൊക്കെയാണോ ആത്മീയത്തിന് കിട്ടുക, ഞാൻ ഇത്രയും കാലമല്ല ഈ പാടുപെട്ട് ഈ ദൈവത്തിൻ്റെ പുറകെ പോയിട്ട് ഇതാണോ എനിക്ക് കിട്ടിയതെന്ന് ചോദിച്ച് ഒന്ന് പിണങ്ങിയിരിക്കാൻ. അല്ല കൊല്ലാനും. അവിടെ തന്നെ കണ്ടില്ലേ, പിള്ളേരെല്ലാം കൊന്നില്ലേ? അല്ല അതും കഴിഞ്ഞപ്പോഴല്ലേ അടുത്തതും കൊണ്ടുവരുന്നത്. അത് പിള്ളേർക്കല്ലേ വന്നത്, സ്വത്തല്ലേ പോയുള്ളൂ. അവൻ്റെ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഒരു കാര്യം ചെയ്യേ, അവനെ ഒന്ന് തൊടാൻ അനുവദിക്കൂ, അവന് സോക്കേട് വരുത്താൻ അനുവദിക്കൂ, അവൻ മുഖത്ത് നോക്കി തേച്ച് പറയും എന്നല്ലേ പറഞ്ഞത്. ദൈവം പറഞ്ഞു ഓക്കെ ചെയ്തോളൂ. ആടി മൂടി പരുക്കളെ കൊണ്ട് ബാധിച്ച് പഴുത്ത് ഓട്ട് കഷ്ണം എടുത്ത് ചോരണ്ടി പുഴുവും ചാടി ജീവിക്കുന്നിട്ട് ഭാര്യയും പറയാണ് ചത്തൂടെ. ആരും കൂട്ടില്ലല്ലോ, ചത്തൂടെ. എന്തോന്ന് ദൈവം, എന്തോ ഒരു ഭക്തി, ചാവുന്നല്ലേ ഇതിനേക്കാൾ നല്ലത് എന്ന് ചോദിച്ചതിന് നടുവിൽ ഇത് ദ്രവിച്ച് പോന്നെങ്കിൽ പോട്ടെ, ഇതിങ്ങനെ അങ്ങ് ക്ഷയിച്ച് പോന്നെങ്കിൽ പോട്ടെ. ഒരു ദിവസം ഞാൻ അവനെ കാണും, ഞാൻ തന്നെ കാണും. ഇതിങ്ങനെ ദ്രവിച്ച ശേഷം, ഇല്ലാതായ ശേഷം എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഒരു ദിവസം അവനെ കാണും. ജയിച്ചു ഇയ്യോബ് ജയിച്ചു. നമുക്കങ്ങനെ ചെയ്യാൻ കിട്ടിയോ? ശോധനകളുടെ നടുവിൽ ഇയ്യോബ് പറഞ്ഞതുപോലെ പറയാൻ നമ്മളെ കൊണ്ട് പറ്റിയോ? ചില വശംതുനിയ ചോദ്യം ചെയ്ത് വിഷമിച്ച് ജീവനില്ലാതെ പ്രാർത്ഥിക്കാതെ കയറിയൊരു കിടപ്പം കിടന്ന്, ഇതൊക്കെയല്ലേ സംഭവിച്ച്. അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും ഒത്തിരി വാക്ക് പറഞ്ഞില്ലേ? പള്ളിക്കാരെയും കൂട്ടായ്മക്കാരെയും ശപിച്ചില്ലേ? ഒരുത്തനെ ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞില്ലേ? ജയിച്ചോ തോറ്റോ? പറഞ്ഞോളൂ, എന്ത് സംഭവിച്ചു? ഇങ്ങനെ വല്ലതും സംഭവിക്കുമോ എന്ന് ചോദിച്ചേക്കാം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ കുറേ നാളായിട്ട് ഭയങ്കര യുദ്ധത്തിലാണ്. ഞങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഒരു പ്രത്യേക വിളി തന്ന് ഇറക്കി, കുറേ വെളിപ്പാടുമൊക്കെ തന്നു, വലിയ വെളിപ്പാടൊക്കെ തന്നു ഇറക്കിയ ഒരു കാലം. അപ്പോൾ ഈ ആളെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി വെളിപ്പാട് തന്ന് ആളെ പുറത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അയാളുടെ രാജ്യം ഇളക്കുന്ന കാര്യമാണ്. അതിന് മുമ്പ് സൂപ്രണ്ടായിരുന്നപ്പോൾ പുള്ളിക്ക് അത്രയും പണക്കില്ലായിരുന്നു. പ്രസംഗിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, ആത്മാവിലൊക്കെയാണ്. എന്നാൽ ഇന്ത്യയിൽ വ്യാപകമായി അങ്ങൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി അന്ന് ഞങ്ങൾ ഒരുങ്ങിയിരുന്നില്ല. അങ്ങനെ ഞങ്ങളെ അന്ന് വിളിച്ചിരുന്നില്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പാതിരാത്രിക്കാണ് കിടക്കാൻ പോകുന്നത്. അങ്ങോട്ട് കണ്ണിൽ ഉറക്കം പിടിച്ചപ്പോൾ മുറിയിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. സ്വപ്നമല്ല, ഉറക്കമെന്ന് പറയുകയാണ്, നിന്നെ കൊല്ലാനുള്ള ദിവസം തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ ചാടി എഴുന്നേറ്റിട്ട് പിശാചിനോട് പറഞ്ഞു, നീ എന്നെ ഒരു വകയും ചെയ്യില്ല, എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവുമില്ല. എഴുന്നേറ്റ് കുറച്ച് സമയം ആത്മാവിൽ പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. പ്രാർത്ഥിച്ചു. അയാൾക്ക് എന്നോട് ഭയങ്കര പണക്കാണ്. കാരണം ഞാൻ ഈ യുദ്ധ ട്രെയിനിങ് കൊടുക്കുന്ന ആളാണേ. ഇയാളോട് യുദ്ധം ചെയ്യുന്നു, മറ്റുള്ളവരെ പട്ടാള ട്രെയിനിങ്ങിലായിട്ട് പിശാചിനോട് പൊരുതാൻ ആളെ ഒരുക്കുന്ന ആളാണ്. അപ്പോൾ എന്നോട് ഭയങ്കര ദേഷ്യമാണ്, എങ്ങനെയും കൊല്ലണം.
ഞാൻ പറഞ്ഞു, ഒരു വകയും ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റില്ല. അയാളങ്ങ് പോയി. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വന്നു. ഇതുപോലെ ഉറക്കം വന്ന് പറയുകയാണ്, നിൻ്റെ തൊണ്ട ഞാൻ അടപ്പിക്കും. എൻ്റെ തൊണ്ടയെന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തൊണ്ടയാണ്. അത് ഈ കൊച്ചു പ്രസംഗമൊന്നും പ്രസംഗിക്കാൻ ഉണ്ടാക്കിയതല്ല. രാവിലെ 10 മണിക്കൊരു പ്രസംഗം തുടങ്ങിയാൽ ആ പ്രസംഗം രാത്രി 8 മണി 9 മണി വരെ പോകത്തക്കോണം പ്രസംഗിക്കാനുള്ള തൊണ്ടയാണ്. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനും നിർത്തുന്നില്ല. ഇപ്പം ഇച്ചിരിയൊക്കെ വയസ്സായപ്പോൾ അത്രയും അങ്ങോട്ട് നട്ടല് വിലക്കില്ല. പണ്ട് ചെറുപ്പമായിരുന്ന കാലത്ത് തുടങ്ങിയ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കും. അങ്ങനെയുള്ള യോഗങ്ങളുണ്ട് ഞങ്ങൾക്ക്, സ്പെഷ്യൽ യോഗങ്ങളുണ്ട്. തൊണ്ട അടയ്ക്കത്തില്ല. എത്ര ദിവസം പ്രസംഗിച്ചാലും തൊണ്ട അടയ്ക്കില്ല. അപ്പം അങ്ങനെ തന്നെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അല്ല സാധാരണ പ്രസംഗത്തിന് ഉണ്ടാക്കിയല്ല, സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി. എൻട്രിക്കെന്ന് പറയുകയാണ് നിൻ്റെ തൊണ്ട അടപ്പിക്കുമെന്ന്. പറയുക ഞാൻ പറഞ്ഞു, get out. That's it. Get out. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. Get out. അയാളങ്ങ് പോയി. അയാളെന്നോട് പറഞ്ഞത്, സോക്കേട് വരുത്തി, ക്യാൻസർ വരുത്തി, എൻ്റെ തൊണ്ട അടപ്പിച്ച് എന്നെ അവസാനിപ്പിക്കുന്നു. പിശാചേ, നിനക്കിഷ്ടമുള്ളപ്പോൾ എനിക്ക് സോക്കേട് വരുത്താനോ, എൻ്റെ തൊണ്ടയെ തൊടാനോ, നീ പറയുന്ന ബാധ വരുത്താനോ? ഒറ്റ കൽപ്പന, ഗെറ്റ് ഔട്ട്. സ്ഥലം വിട്ടു. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. പേടിച്ചോ, പണി കിട്ടി. കൊല്ലുമെന്ന് പറഞ്ഞ് പേടിച്ചു പോയോ, ആൾ കൊല്ലും. കൊല്ലുമെന്ന് പറഞ്ഞ് വരും. ഇതാണ് ആത്മയുദ്ധം. ഇതാണ് യുദ്ധം. മരണം വരെയുള്ള യുദ്ധം നേരിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ശരീരം, എൻ്റെ പ്രാണൻ പിശാചിൻ്റെ ഇഷ്ടം നടത്തി അവന് തോന്നുന്നത് എന്നോട് ചെയ്യാനുള്ളതല്ലിത്. ഇത് ദൈവത്തിൻ്റെ ജനമെന്ന നിലയിൽ, ദൈവത്തിൻ്റെ പട്ടാളക്കാരൻ എന്ന നിലയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാനും പ്രവർത്തിക്കാനും ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ആരോഗ്യത്തെ തൊടാനാകട്ടെ, എൻ്റെ ശബ്ദത്തെ തൊടാനാകട്ടെ, എൻ്റെ പ്രാണനെ, എൻ്റെ എന്ന് വെച്ചാൽ നിങ്ങളുടെയും തൊടാനാകട്ടെ, ഈ ശക്തിക്ക് അധികാരമില്ല എന്നും യുദ്ധത്തിന് വന്നാൽ ജയമെടുക്കണമെന്നും തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. അത് പറയാനാണ് ഈ പാഠം. സ്തോത്രം. വലിയ വലിയ യുദ്ധത്തിന് വരും. വലിയ യുദ്ധം, മേജർ. ഒരു ദിവസം ഇതുപോലെ മുറി വന്നു. മുറി വന്നു വെച്ചാൽ എന്നോട് തൻ്റെ പേര് പറഞ്ഞു. പേര് ഞാൻ പറയത്തില്ല, എന്നോട് പേര് പറഞ്ഞു. എന്നിട്ട് എന്ന് പറഞ്ഞു, ഇന്ന് മുതൽ നമ്മൾ തമ്മിലായി യുദ്ധം എന്ന് പറഞ്ഞു. ഉറക്കെ വിളിച്ച് പറയുകയാണെന്നേ, ഇന്ന് മുതൽ നമ്മൾ തമ്മിലാണ് യുദ്ധം. അപ്പോൾ പേര് എനിക്കറിയാവുന്ന പേരാണ്, പക്ഷെ ആളിനെക്കുറിച്ച് കൂടുതൽ വിവരം എനിക്കറിയത്തില്ല, പഠിച്ചിട്ടില്ല. ഞാൻ പിറ്റേ ദിവസം ഓഫീസിൽ ചെന്നിട്ട് സ്റ്റാഫിനോട് പറഞ്ഞു, എനിക്ക് ഈ ആളിനെ സംബന്ധിച്ച് കുറേ വിവരം എടുത്തുകൊണ്ട് തരണമെന്ന്. ഇൻ്റർനെറ്റിൽ പോയി ഇതെല്ലാം കിട്ടും. അവർ ഇൻ്റർനെറ്റിൽ പോയി എടുത്തുകൊണ്ട് വന്നു. അപ്പോഴേ ഇന്ത്യ രാജ്യത്തിലെ ഭൂതങ്ങളുടെ തലവനാണ്. എന്നോടൊന്ന് പറയുകയാണ്, നമ്മൾ തമ്മിലാണ് യുദ്ധം. ചെയ്ത യുദ്ധം 1.5 ആണ്ട് യുദ്ധം, ശരീരം അറിയുന്ന യുദ്ധം, എല്ലാ ദിവസവും. പക്ഷെ ഒറ്റ ദിവസവും അയാൾ ജയിച്ചില്ല. ഒരുത്തൂടെ പറയുന്നു, ഒരു ദിവസം പോലും അയാൾ ജയിച്ചില്ല. എനിക്ക് ജയം. യേശു നിമിത്തം
എനിക്ക് ജയം. ഇതിനകത്തങ്ങ് ദൈവസാന്നിധ്യം അങ്ങനെ അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. ശരീരം മുഴുവൻ ദൈവസാന്നിധ്യമാണ്. ഉച്ച മുതൽ ഉള്ളംകാല് വരെ അങ്ങനെ തുടിക്കുന്ന ദൈവസാന്നിധ്യമാണ്. അവനെങ്ങും കയറാൻ പറ്റില്ല, അവനെങ്ങും തൊടാൻ പറ്റില്ല. യുദ്ധമുണ്ടെന്നറിയാമോ? ആത്മയാഥാർത്ഥ്യങ്ങളിലേക്ക് പോകൂ. ഗൗരവമായ യുദ്ധങ്ങൾ ഉണ്ട്. ആത്മലോകത്തിൽ കൂടുതൽ ഇറങ്ങും തോറും യുദ്ധം കൂടുതലായി വരും. പക്ഷേ അറിഞ്ഞിരിക്കണം, യേശു പിശാചിനെ ജയിച്ചു. യേശു നിമിത്തം തൻ്റെ കൂടെ നടക്കുന്നവരും ജയിക്കും. ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും തോൽക്കേണ്ട കാര്യം ഇല്ല, കീഴടങ്ങേണ്ട കാര്യം ഇല്ല, പേടിക്കേണ്ട കാര്യം ഇല്ല. ആക്സിഡൻറ്റ് വരുമെന്ന് പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞേക്കണം, ഒരു വകയും ചെയ്യാൻ നിനക്ക് അധികാരം ഇല്ല. സാധാരണ സംഭവിക്കുന്ന കാര്യമാണെന്ന്. ഞങ്ങൾക്കിത് സ്ഥിരം പടിയാണ്. ഞങ്ങൾ സഞ്ചരിച്ച വാഹനങ്ങൾ ഒരു രാജ്യത്ത് പോയപ്പോൾ ആ രാജ്യത്ത് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണ്. ഭയങ്കര യുദ്ധം. ചെന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഭയങ്കര യുദ്ധം. യുദ്ധം എന്ന് പറഞ്ഞാൽ ശരീരം അറിയുന്ന വലിയ 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 യുദ്ധം. എന്നൊരു വെളിപ്പാടുണ്ടായി. ഇത്രാം ദിവസം ഇന്നടത്ത് വെച്ച് വണ്ടി ആക്സിഡൻ്റ് ഉണ്ടാവും, വണ്ടി ഓടിക്കുന്ന ആൾ മരിച്ചു പോവും. ഒരാൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു കാര്യം. വേറൊരു ദേശത്തുനിന്ന് അതേ സന്ദേശം വിളിച്ചു പറഞ്ഞു. ഒരാൾ എൻട്രിക്ക് വന്ന് വെച്ച് പറഞ്ഞു, അവരുടെ പാസ്റ്ററാണ് ഞങ്ങളെ വണ്ടി ഓടിച്ച് കൊണ്ടുപോകേണ്ടത്. എൻട്രിക്ക് പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്ററേയും കൊണ്ട് പോവല്ല്, അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ് റഫാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പോവല്ല്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ് റഫാണെങ്കിൽ നിങ്ങളെൻ്റെ കൂടെ വാ. സ്തോത്രം. വരുമോ? വരില്ല. പിശാചിനെ പേടിയല്ലേ? പേടിയാ. ഞാൻ അവരുടെ പള്ളിയിൽ എഴുന്നേറ്റ് പ്രസംഗിച്ചു, ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വാഹനം ഞങ്ങളുടെ വാഹനമാണ്. ദൂതൻ കാക്കുന്ന വാഹനം ഞങ്ങളുടെ വാഹനമാണ്. ഒരു കാരണവശാലും ഇതിനെ തൊടാൻ പിശാചിന് അധികാരം ഇല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന്, ആത്മസ്വാതന്ത്ര്യത്തിന് പ്രാർത്ഥിക്കാൻ പോയതാണ് രാജ്യത്ത്. ഞങ്ങളുടെ തൊഴിലിൽപ്പെട്ടതാണിത്. ദേശത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മധ്യസ്ഥം അണയ്ക്കുക, പിശാചിൻ്റെ പ്രവൃത്തി അഴിക്കുക, ഞങ്ങളുടെ ജോലിയാണിത്. അതുകൊണ്ടാണ് ഈ പ്രസംഗമൊക്കെ പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ ഇത് പ്രസംഗിക്കില്ല. ഇതും യുദ്ധമാണ്, മേജർ യുദ്ധമാണ് ഇവിടെ. സ്തോത്രം, സ്തോത്രം. ജോമൻ ബാസ് പറഞ്ഞതുപോലെ ഞങ്ങളൊരു രാജ്യത്ത് ആദ്യം പോകുന്നത് ഈ പുള്ളിക്ക് ഭയങ്കര പണക്കാണ്. എന്തെല്ലാം ശല്യം ഉണ്ടാക്കാമോ, തടസ്സം ഉണ്ടാക്കാം, അത് മുഴുവൻ ഉണ്ടാക്കും. ആദ്യം ഒരു രാജ്യത്ത് പോയാൽ എല്ലാ തടസ്സവും ഉണ്ടാക്കും. സ്തോത്രം. വലിയ ശല്യമാണ് ചിലപ്പോൾ. പക്ഷേ ഞങ്ങൾ പോവും. ചിലപ്പോൾ ശാരീരികമായി തന്നെ ഭയങ്കര പ്രശ്നം പോയിട്ടുണ്ട്. ഞാൻ ഒരു രാജ്യത്ത് പോയപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയി ഹോട്ടലിൽ പോയി കയറുന്നു. ആരും എന്നെ വിസിറ്റ് ചെയ്യാൻ വരരുത്, ഏറ്റവും അടുത്ത വീട്ടുകാർ ആരും വന്നേക്കല്ലേ, എന്നെ കൊണ്ടുപോയ ആളുകളും വന്നേക്കല്ലേ. കണ്ണു ഉറക്കാൻ മേലാത്ത സോക്കേട്, ഒന്നും കഴിക്കാൻ മേലാത്ത സോക്കേട്. 2 ദിവസം ആ കിടപ്പ് കിടന്നു. 3-ാം ദിവസം പ്രസംഗമാണ്. ഈ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പ്രസംഗിക്കാൻ പോകും. ഇടി പാതാളത്തെയാണ്, അതിൻ്റെ ശക്തിയാണ്. ദേശത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ശരീരത്തോട് പൊരുതാൻ വന്നു, പക്ഷെ ഒരു കേടും വരുത്താൻ അതിന് പറ്റില്ല. ചില അസുഖമൊക്കെ ഉണ്ടായി, എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല. എന്നേ യുദ്ധം, മേജർ യുദ്ധം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡാമേജ്, ഒരു കേടും വരുത്താൻ അതിന് അധികാരം ഇല്ല.
ചില ശരീരത്തോടെ ഒന്ന് ഞാനിവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു യുദ്ധമൊക്കെ കൊണ്ടുവരും. എങ്കിലും ദേശത്തിന് വരുത്തേണ്ട വിടുതൽ വരുത്തുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, ഈ ദേശത്തിനും ദൈവാത്മാവിന് സ്വാതന്ത്ര്യം വരുത്തണം. കേരളത്തിന് സ്വാതന്ത്ര്യം വരുത്തണം. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം വരുത്തണം. ആ സ്വാതന്ത്ര്യം വരുത്തണമെങ്കിൽ ഈ ഒരു യുദ്ധം വഴിയാണ് സ്വാതന്ത്ര്യം വരുത്തുന്നത്. കാര്യം പറഞ്ഞ് പേടിക്കാനൊന്നും അല്ലെന്നേ. വർഷങ്ങളായിട്ട് ഈ യുദ്ധം ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഞങ്ങൾ. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് പോരാട്ടമുണ്ട്. പക്ഷെ പോരാട്ടത്തിൽ തോക്കാനുള്ള പോരാട്ടമല്ല നമുക്ക്. 50-50 ചാൻസ് അല്ല. നമ്മുടെ ജയം 100 ചാൻസാണ്. എന്ന് പറഞ്ഞാൽ ജയിച്ചോ തോറ്റോ എന്ന് വരാം എന്നല്ലിത്. യേശുക്രിസ്തു നിമിത്തം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ജയ ഉത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ജനത്തെ വിട്ടയക്കാൻ സമ്മതിക്കാതെ സഭകളെ ഈ മരവിപ്പിലാക്കി, പ്രസംഗികളെ ഈ ചതിവിലാക്കി, വഞ്ചിച്ചിട്ടിരിക്കുന്ന ഈ പിശാചിൻ്റെ എതിരെ കയറി ചെന്ന് അതിൻ്റെ പിടിയിൽ നിന്ന് മനുഷ്യരെ ഒന്ന് സ്വതന്ത്രമാക്കാൻ ഒന്ന് മനസ്സുവെക്കാവോ? നിങ്ങളുടെ സഭയിൽ മരവിപ്പ് വരുത്തി ഇതിനെ പിടിച്ചിറക്കി വിടാൻ എൻ്റെ പള്ളിക്കകത്ത് ഇനി നിന്നെ വാഴിക്കില്ല. ആത്മശക്തിയില്ലാത്ത ശുശ്രൂഷയും കൊണ്ട് നീ വന്നിരിക്കുന്ന നിന്നെ പിടിച്ചിറക്കി വിട്ടുവെച്ച് ഇതിനകത്ത് ജീവൻ്റെ വ്യാപാരം ആരംഭിക്കും. ഇതിനകത്ത് ദൈവത്തിൻ്റെ അഗ്നി മഹത്വത്തോടെ കത്തും. ജനത്തിൻ്റെ മേൽ ആത്മസാന്നിധ്യം ഇറങ്ങി വരും. ഞങ്ങൾ ആത്മീകരായി രൂപാന്തരപ്പെടും. ഞങ്ങളും ഞങ്ങളുടെ മക്കളും ദൈവത്തെ സേവിക്കുന്ന ആത്മമണ്ഡലത്തിൽ ഞങ്ങൾ പോകും എന്നൊന്ന് വിളിച്ച് പറയാനും അതിനെ വെല്ലുവിളിച്ച്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, ഗെറ്റ് ഔട്ട് ഡെവിൾ, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ഇതൊന്ന് പറയാൻ തയ്യാറുണ്ടോ? സ്ത്രീകൾക്കും പറയാം. ഞാൻ നല്ല ആത്മശക്തിയുള്ള സ്ത്രീകളെ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരുന്ന സ്ത്രീകളുണ്ട്. പക്ഷേ അതിനടിക്കാൻ വരുന്ന ഞങ്ങളുടെ കൂടെ വരുന്ന ആളുകളുണ്ട്. പേടിക്കൊന്നും വേണ്ട. അപ്പം തന്നെ ഇങ്ങനെയൊക്കെ വെല്ലുവിളിക്കാനൊക്കെ വരും. എന്താ വേണ്ടിയത്? എതിർത്ത് നിൽപ്പീൻ. അത്രേ വേണ്ടൂ. എതിർത്ത് നിൽപ്പീൻ. എന്താണ് എതിർത്ത് നിൽപ്പ്? പിശാചേ, നീ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. നിൻ്റെ പ്ലാൻ നടക്കില്ല. നിനക്ക് എൻ്റെ മേൽ അധികാരം ഇല്ല. ദൈവം ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ ചെയ്യും. എന്നെ കൊണ്ടത് നിവർത്തിക്കും. ഞാൻ ജയമെടുക്കും. എന്നാലും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്നത്തെ ജനം വിളിച്ച് പറയണം, എൻ്റെ പള്ളിയിലെ നിൻ്റെ ചരക്ക് ഞാൻ അവസാനിപ്പിക്കും. നിൻ്റെ പ്രവൃത്തി പൊരുതി ഞങ്ങൾ പുറത്താക്കും. നിൻ്റെ ചരക്കുകൾ വാരി പുറത്തെറിയും. നീ കൊണ്ടുവന്ന ചരക്കുകൾ പള്ളിക്കകത്ത് നിന്ന് അതിനകത്തെ വ്യക്തികളിൽ നിന്ന് വാരി പുറത്തെറിച്ച് കളഞ്ഞ് ഇതിനെ ഞങ്ങൾ ആത്മാവിൽ ശുദ്ധീകരിക്കും. ദൈവത്തിൻ്റെ അഗ്നി പള്ളിക്കകത്തിറങ്ങും. ഇതിനെ ജ്വലിപ്പിക്കേണ്ടതിനെ ജ്വലിപ്പിക്കും, ശുദ്ധീകരിക്കേണ്ടവനെ ശുദ്ധീകരിക്കും. ആത്മവ്യാപാരം എൻ്റെ പള്ളിക്കകത്ത് കൊണ്ടുവരും. പിശാചേ, നീ വാഴാൻ അനുവദിക്കില്ല എന്ന് പറയാൻ ഉണ്ടോ ഇതിനകത്ത് ആള്? സ്തോത്രം. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ട്രെയിനിങ് ആണ്. ട്രെയിനിങ്. എന്നിട്ട് അതിനുള്ളൊരു നിയോഗം ആത്മാവ് തരും. അതിൻ്റെ അഭിഷേകം തരും. അതിൻ്റെ സമയം എടുക്കും. ഇന്നല്ല, ചുരുള പാഠം പറയും. പറഞ്ഞതിന് ശേഷം അങ്ങനെയുള്ള പട്ടാളക്കാരൻ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക യോഗം ഉണ്ടാവും. ആ യോഗത്തിൽ വെച്ച് ഇതിനൊരു ശക്തിയുടെ പകർച്ചയ്ക്ക് വേണ്ടി ഒരഭിഷേക പ്രാർത്ഥന നടത്തും. ദൈവം ചിലത് ചെയ്യുമെന്നേ. ജീസസ് പിശാച വാഴാനോ? യേശു പിശാചിനെ തോപ്പിക്കാൻ ഭൂമിയിൽ ഇറങ്ങി വന്നവനല്ലേ? ജയം എടുത്തവനല്ലേ? ആ ജയം നമുക്ക് എടുക്കണ്ടേ?
ആ ജയം ദേശത്തിന് വരണ്ടേ? ആ ജയം നിങ്ങളുടെ സഭയ്ക്ക് വരണ്ടേ? ഇതൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? വാസ്തവത്തിൽ സംഭവിക്കണ്ടേ? അപ്പോൾ അതിൻ്റെ പിശാചിൻ്റെ പ്രവർത്തികളെ പിടിച്ചു കെട്ടാൻ, ബലവാനെ പിടിച്ചുകെട്ടി വീട് കവർച്ച ചെയ്യുന്ന ആത്മീക പ്രവൃത്തിക്ക് ദൈവത്തിന് തൻ്റെ ജനത്തെ വേണം. ഉറങ്ങിയും മയങ്ങിയും ഇരിക്കുന്ന, ചുമ്മാ പള്ളിയിൽ വന്ന് പോകുന്ന അത്തരം വർഗത്തെ അല്ല ദൈവത്തിന് വേണ്ടിയത്. ഒന്നുകൂടെ പറഞ്ഞ, ചുമ്മാ പ്രസംഗിച്ച് നടക്കുന്ന കുറേ പേരെ അല്ല വേണ്ടിയത്. പിശാചിന് പേടി വരുന്ന, പിടിച്ച് പുറത്തേക്ക് വിടുമെന്ന് പിശാചിന് അറിയാവുന്ന ചില വ്യക്തികളെ, പുരുഷന്മാരെ, സ്ത്രീകളെ ദൈവത്തിന് എടുത്തിട്ട് അവർ നിമിത്തം ദൈവത്തിനൊരു പാഠം ഇന്നത്തെ തലമുറയെ പഠിപ്പിക്കാനുണ്ട്. നാമധേയത്തിന്റെ ഒത്തിരി എണ്ണം നിൽക്കുന്നതിന് നടുവിൽ ആത്മശക്തിയോടെ ഇറങ്ങി വരാൻ മനസ്സോക്കുവോ? ജീസസ്, ഞാൻ പാസ്റ്റർമാരെ മാത്രം ഉദ്ദേശിച്ച് പറയല്ല, സകല ജനത്തെയും ഉദ്ദേശിച്ച് പറയുകയാണ്. പുരുഷനെയും സ്ത്രീയെയും ഉദ്ദേശിച്ച് പറയുകയാണ്. ഞാൻ മുന്നോട്ട് പറയാണ്, അതിന് വേണ്ടിയാണ് ഈ ഉപവാസ പ്രാർത്ഥന, ചുമ്മാ അല്ല. ഒന്ന് എഴുന്നേറ്റിരിക്കാമോ? ഞാൻ പറയുന്ന കാര്യം എന്തൊക്കെയോ പറയുകയാണെന്ന് ധരിക്കരുത്. ഇത് ഈ ശരീരം അറിയുന്ന കാര്യം പറയാ, അനുഭവിക്കുന്ന കാര്യം പറയാ, അല്ലാതെ ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള കാര്യമല്ല ഞങ്ങൾ ഈ പറയുന്നത്. ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ അനുഭവിക്കുന്നത്, ഈ ജീവൻ്റെ വചനം സംബന്ധിച്ച് പറയുക. എന്നെ ഒരാത്മമണ്ഡലത്തിലേക്ക് കൊണ്ടുപോകണമേ. മനുഷ്യന് ചതിക്കുന്ന ഈ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കാൻ എണ്ണം കൂടി ഉപയോഗിക്കണമേ എന്ന് പറയാൻ ഇതിനകത്ത് എത്ര പേരുണ്ട്? കമാൺ, ഹൃദയങ്ങളെ തുറക്കൂ, ഹൃദയങ്ങളെ തുറക്കൂ. ഞാൻ പറഞ്ഞാൽ ഇച്ചിരി ഗൗരവമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ കൊച്ചു കാര്യം പറയുന്നില്ല, വലിയ കാര്യം പറയാനാണ് ദൈവം എന്നെ വിളിച്ചത്. അതുകൊണ്ട് വലിയ കാര്യം പറയുകയാണ്. ധൈര്യമായി ഇന്ന് രാത്രി ഒരു പ്രാഥമിക പ്രഖ്യാപനം നടത്താം. മേജർ പ്രഖ്യാപനങ്ങൾക്ക് ഇച്ചിരൂടെ നമ്മൾ സമയമെടുക്കും. എങ്കിലും പ്രാഥമികമായൊരു പ്രഖ്യാപനം. പിശാചേ, നിൻ്റെ പ്രവൃത്തിയെ അഴിക്കാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്നെനിക്ക് ബോധ്യമാവുന്നു. നിന്നെ യേശു ജയിച്ചിരിക്കുന്നു എന്നെനിക്ക് ബോധ്യമാണ്. അതെനിക്ക് വേണ്ടിയുള്ള ജയമാണ്. ആ ജയം ഞാൻ ആഘോഷിക്കും, ഞാൻ നടത്തും. നിൻ്റെ പ്രവൃത്തി അഴിക്കും. പറയാൻ താല്പര്യമുള്ളവർ വാ തുറന്ന് പറഞ്ഞോളൂ. വെറുതെ കൈപൊക്കിക്കാനും വാ തുറന്ന് പറ. ഞാൻ പറഞ്ഞ കാര്യം വായി തുറന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞോളൂ. പിശാചേ, യേശു നിന്നെ തോപ്പിച്ചു. ക്രൂശിൽ നിൻ്റെ മേൽ ജയ ഉത്സവം കൊണ്ടാടി. നിൻ്റെ കയ്യിൽ നിന്ന് മനുഷ്യരെ വിടുവിക്കാൻ യേശു വന്നു. ഞാൻ പറഞ്ഞ ആവർത്തിച്ച് പറയാൻ മനസ്സുള്ളവർ പറഞ്ഞോണം. അത് യുദ്ധപ്രഖ്യാപനമാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്ക് അധികാരം തന്നിരിക്കുന്നു. എന്നെ അതിന് നിയമിച്ചിരിക്കുന്നു. എൻ്റെ നാട്ടിൽ നീ വിൽക്കുന്ന ചരക്ക് നിർവീര്യമാക്കി കളയാൻ, എൻ്റെ പള്ളിക്കകത്ത് കുറെ നാളായി നീ നടത്തിയ നിന്റെ നൃത്തം നിർത്തലാക്കാൻ, നിന്നെ പിടിച്ച് പുറത്താക്കാൻ ദൈവം എന്നെ നിയമിക്കുന്നു. നിന്റെ പ്രവൃത്തിയെ ഞാൻ അനുവദിക്കില്ല. മേലാൽ നിനക്കെതിരെ ഞാൻ നിൽക്കും. അധികാരത്തോടെ നിനക്കെതിരെ ഞാൻ നിൽക്കും. നിന്റെ പ്രവൃത്തിയെ ഞാൻ അഴിക്കും. കമാൺ, പറയാൻ വിശ്വാസത്താൽ പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂന്നേ. ഇതിനകത്ത് ആത്മപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആകാശമണ്ഡലത്തിൽ ആത്മപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തോടെ വിശ്വാസത്തോടെ സ്വല്പസമയം പറഞ്ഞ് വെച്ച് ഇന്ന് രാത്രി ധൈര്യത്തോടെ ഇറങ്ങിപ്പോ. പോകുന്ന വഴിക്ക് പേടിപ്പിക്കാൻ വന്നാൽ, രാത്രി പേടിപ്പിക്കാൻ വന്നാൽ അധികാരത്തോടെ വിളിച്ചു പറഞ്ഞോണം,
നിനക്ക് എൻ്റെ മേലൊരു അധികാരമുണ്ട്. ചിലപ്പോൾ വീട്ടിൽ വരും, പേടിപ്പിക്കാൻ വരും. അങ്ങനെ പലതി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പേടിപ്പിക്കാൻ വരും. ധൈര്യമായി, ഞാൻ ഈ പറയുന്ന വചനം ദൈവത്തിൻ്റെ വചനമാണ്, എൻ്റെ സത്യമാണ്, വാക്യമെടുത്താണ് ഞാൻ പറഞ്ഞത്. ഇതങ്ങനെ തന്നെ സത്യമാണ്. ഉത്തരം ദലാതുരേശികമാനസ്യ. ആത്യന്തികമായി പിശാച് അല്ല ജയിക്കുന്നത്. അവനെ അവസാനം യേശു തീപ്പൊയ്കയിൽ തള്ളിയിടും. ആമേൻ, ആമേൻ. എൻ്റെ ജീവിതത്തിൽ ഇവിടെ വെച്ച് അതിന് ജയമുണ്ടാവണം. എൻ്റെ പള്ളിക്ക് ജയമുണ്ടാവണം. എൻ്റെ സഭയ്ക്ക് ജയമുണ്ടാകണം. എൻ്റെ കുടുംബത്തിന് ജയമുണ്ടാവണം. എൻ്റെ വീട്ടിൽ കയറി കളിക്കാൻ പിശാച് നിന്നെ അനുവദിക്കില്ല. നിന്നെ ഞങ്ങൾ പിടിച്ച് പുറത്താക്കും. നീ നടത്തിയ സകല പ്രവൃത്തികളും ഇന്ന് രാത്രി മുതൽ ഞങ്ങൾ നിർവീര്യമാക്കി കളയും. നീ കൊണ്ടുവന്ന സകല പദ്ധതി ഇന്ന് രാത്രി മുതൽ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. പറയാൻ അധികാരമുള്ളവർ രാത്രി പറഞ്ഞോളൂ, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചരക്ക് കൊടുത്തിട്ട് പോയിക്കോണം. അധികാരത്തോടെ പറഞ്ഞോളൂ, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചരക്ക് കൊടുത്തിട്ട് പോയിക്കോണം. പക്ഷെ തന്നിൽ നിന്ന് ചരക്ക് പുറത്താക്കിയിട്ട് വേണം അത് പറയാൻ. ജീവിതത്തെ ശുദ്ധീകരിച്ചിട്ട് വേണം പറയാൻ. അധികാരത്തോടെ പറഞ്ഞോളൂ, ജയം എന്താണെന്ന് നിങ്ങൾ അറിയാൻ പോവാണ്. കേട്ടിട്ട് മാത്രം പോകാതെ ഇത് സംഭവിക്കുന്നേ. ആത്മലോകത്തിൽ ഇത് സംഭവിക്കും. നിങ്ങളുടെ കുടുംബത്തിന്റെ ആത്മമണ്ഡലത്തിൽ ഇത് സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയം ജയം, ഹല്ലേലൂയ. ജയം ജയം, എപ്പോഴും ജയം ജയം. ധൈര്യമായിട്ട് പാടിക്കോളൂ. യേശുനാഥർ നാമത്തിനു ജയം ജയം.